വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്ക് കർത്താവിനെ തന്നെ നോക്കി കൂട്ടി നോക്കി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. നന്ദി യേശുവേ, അവിടുന്ന് കർത്താവേ ബethനിയിലെ ഭവനത്തിലേക്ക് അവിടുന്ന് കടന്നു വന്നതുപോലെ ഇന്ന് ഞങ്ങളുടെ ഭവനത്തിലേക്ക് അവിടുന്ന് കടന്നു വന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നന്ദി യേശുവേ, നന്ദി. അവിടുത്തെ തിരുപ്പാദത്തെങ്കിലും ഞങ്ങൾ ഇരിക്കട്ടെ, അങ്ങനെ തന്നെ ഞങ്ങൾ കേൾക്കട്ടെ. കർത്താവേ അവിടുത്തെ രക്തത്താൽ ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെ കർത്താവെ, കുറവുകളുള്ളവരാണ് കർത്താവെ, ഞങ്ങൾ എത്ര വഞ്ചിക്കപ്പെട്ടവരാണ്, എത്ര വീണുപോയ ഒരു ജഡത്തിലുള്ളവരാണ് എന്ന് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ പരിപാലിക്കുന്ന ആ കർത്താവ്, എല്ലാത്തിൻ്റെ ഉടയവൻ, ഞങ്ങൾക്കെല്ലാം ദാനമായിട്ട് തന്നവൻ, എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞവരൊക്കെയും കർത്താവിൻ വെള്ളിസ്വത്തിന് പിതാവിൽ നിന്ന് വരുന്നതാണല്ലോ. ഈ പ്രിയ ഭവനവും കർത്താവെ അവിടുന്ന് ദാനമായിട്ട് കർത്താവെ പ്രീമിയർ സിസ്റ്റം ആശ്വസിസ്റ്റം കൊടുത്തതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ അവിടുന്ന് കർത്താവെ ഈ ഭവനത്തിൽ ഞങ്ങളിവിടെ ആദ്യമായിട്ട് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അവിടുത്തെ വചനം കേൾക്കുമ്പോൾ കർത്താവെ അവിടുത്തെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വ്യാപരിച്ച് കർത്താവെ ഞങ്ങൾക്ക് അങ്ങേ തന്നെ കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ തന്നെ കേൾക്കുവാനും അങ്ങയോട് രൂപപ്പെടുവാനും അങ്ങയോട് കൂടുതൽ ചേർന്നിരിപ്പാനും കർത്താവെ അവിടുത്തെ ആലോചനകളെ കേൾപ്പാനും ഞങ്ങളെ സഹായിച്ചാട്ടെ. അവിടുന്ന് ആ സമൂഹത്തിൽപ്പെടുത്തിയാട്ടെ. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. എല്ലാ യേശുവിന് വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം നമുക്ക് ബethനിയിലെ ആ ഭവനത്തിലേക്ക് തന്നെ പോകാം. ഞാൻ ഈ ഒരു ഹൗസ് ഡെഡിക്കേഷനെ എന്ന് പറയണമെന്ന് ആലോചിച്ച് കഥാ മുമ്പാകെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ ഒരു സംഭവം, ലൂക്കോസ് 10-ാം അധ്യായത്തിന്റെ 38 മുതലുള്ള വാക്യങ്ങളിൽ യേശുവിനെ സ്വീകരിച്ച ഒരു ഭവനം, അത് ബethനിയിലെ ഒരു ഭവനം. അവിടെ നമ്മള് ലൂക്കോസ് 10-ന്റെ 38 പിന്നെ അവർ യാത്ര പോകുകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി. യേശു കർത്താവ് ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. മാർത്ത വെൽക്കംഡ് ഹിം ഇൻ ടു ഹർ ഹൗസ്. യേശുവിനെ നമ്മളുടെ വീട്ടില് നമ്മള് കൈക്കൊണ്ടിട്ടുണ്ടോ? കൈക്കൊണ്ടിട്ടുള്ളവരാണ് നമ്മൾ പലരും. എന്നാൽ ഇന്നും യേശുവിന് വേണ്ടുന്ന ഒരു സ്ഥാനം നമ്മളുടെ വീട്ടിലുണ്ടോ? ഇന്ന് നമ്മൾ മേരി സിസ്റ്ററിന്റെ ഭവനത്തെ ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് മേരി സിസ്റ്ററിന്റെ ഭവനത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും ഭവനത്തില് ഇന്ന് യേശുവിനൊരു സെൻട്രൽ പ്ലേസ്, കീ പ്ലേസ്, കർത്താവിനൊരു നിർണായകമായ കർത്താവിനൊരു മധ്യ സ്ഥാനം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കർത്താവിനുണ്ടോ? മാർത്ത അവള് മൂത്ത സഹോദരിയാണ്. അവള് നല്ലൊരു കാര്യം ചെയ്തു. അവള് കർത്താവിനെ മൂത്ത സഹോദരി എന്ന നിലയിൽ അനിയത്തി മറിയം മറിയം കുറച്ചുകൂടെ അല്ല ആലോചിച്ചൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. കുറച്ചുകൂടെ ഒരു മെഡിറ്റേറ്റീവ് ടൈപ്പ്. മാർത്ത കുറച്ചുകൂടി എടുത്ത ചാട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് അങ്ങ് ചെയ്യും. അപ്പം അനിയത്തി ആലോചിച്ച് വരുന്നതിന് മുമ്പേ മാർത്ത ഓടിച്ചെന്ന് കർത്താവിനെ റിസീവ് ചെയ്തു. അത് നമ്മളുടെ ജീവിതത്തില് നമ്മള് കർത്താവിനെ കൈക്കൊണ്ടിട്ടില്ലാത്തവര്, അങ്ങനെ ഒരു ഉറപ്പില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിപ്പം തന്നെ യേശുവിനെ നമ്മുടെ ഹൃദയമാകുന്ന ഭവനത്തിലേക്ക് നമുക്ക് കൈക്കൊള്ളണം. നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ കർത്താവേ, അവിടുന്നാണ് എനിക്ക് പകരമായിട്ട് അവിടുന്ന് മരിച്ചു ഉയർത്തെഴുന്നേറ്റു, ഞാൻ അതിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൈക്കൊള്ളണം. നമ്മളെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരോ വേറെ ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരോ ഒക്കെ ആയിരിക്കാം, എന്നാൽ നാം പാപിയാണെന്ന് സമ്മതിച്ച് കർത്താവേ, നരകത്തിന് മാത്രം വിധിക്കപ്പെട്ടവളാണ്, അവിടുന്നാണ് എൻ്റെ രക്ഷകൻ, അവിടുന്ന് മാത്രമേ രക്ഷയ്ക്കായിട്ട് വഴിയുള്ളൂ എന്ന് വിശ്വസിച്ച് കർത്താവിനെ നമ്മൾ കൈക്കൊള്ളണം. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കം. മാർത്തയ്ക്ക് നല്ല തുടക്കം ഉണ്ടായിരുന്നു. മാർത്ത യേശുവിനെ കൈക്കൊണ്ടു തന്റെ ഭവനത്തിലേക്ക്, അവൾ തന്റെ ജീവിതത്തിലേക്കും കൈക്കൊണ്ടു. എന്നാ യേശു വീട്ടിൽ വന്നിരുന്നു. പിന്നെ അവളുടെ ജീവിതത്തില് യേശുവിന് സെൻട്രൽ പ്ലേസ് ഉണ്ടായിരുന്നു. യേശുവിന് ഏറ്റവും മുഖ്യസ്ഥാനം, തന്റെ ഹൃദയസിംഹാസനത്തിലേക്ക് യേശുവിനെ വിളിച്ചിരുത്തി. കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ യേശുവിനെ ഒന്നും മൈൻഡില്ല. പെട്ടെന്ന് ഇങ്ങോട്ടായി ശ്രദ്ധ, അടുക്കളയിലോട്ടായി ശ്രദ്ധ. അത് ചെയ്യണം, ഇത് ചെയ്യണം, അയ്യോ അതാണ് ഇതാണ്. അപ്പം കർത്താവിന് എന്താ പറയാനുള്ളത്, കർത്താവിന്റെ ഹൃദയത്തിന്റെ ഭാരം എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ അവള് പല ശുശ്രൂഷയിലൊക്കെ അങ്ങ്
വളരെ ശുശ്രൂഷയിൽ, അതിന്റെ 39-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് 40-ാമത്തെ വാക്യത്തിൽ മാർത്തയോ അവൾ യേശുവിനെ കൈക്കൊണ്ടു, അവൾക്ക് നല്ല തുടക്കം ഉണ്ടായിരുന്നു. എന്നാ അവൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും യേശുവിനെയൊക്കെ മറന്നു. എനിക്ക് എന്റെ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം, എനിക്ക് നല്ല കുക്കിംഗ് എക്സ്പേർട്ടാ, ഞാൻ എല്ലാം ഏറ്റവും നന്നായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെ ഡെലിഷ്യസ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് എങ്ങനെ കുക്ക് ചെയ്ത് എല്ലാവരെയും ഇംപ്രസ് ചെയ്യിപ്പിക്കണം. യേശുവും 12 ശിഷ്യന്മാരും 13 യുവാക്കൾ വന്നേക്കുവാണ്. അവർക്ക് വയറ് നിറച്ച് കൊടുക്കണം. അവൾക്ക് നല്ല ഉദ്ദേശം എന്ന് നമുക്ക് പറയാം. യേശുവിനായിട്ട് ഒരു ശുശ്രൂഷ ചെയ്യുന്നു, അവര് ക്ഷീണിച്ചു വന്നവരാണ്. എന്നാ അവളത് യേശുവിനോട് ചോദിച്ച് യേശുവിന്റെ പെർമിഷനോട് കൂടി പോകണമായിരുന്നു. എന്നാ അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ സാന്നിധ്യം അവളോട് കൂടി ആയിരുന്നിരിക്കും. അവരെല്ലാം കൂടെ ഒരുപക്ഷെ വന്ന് കുക്ക് ചെയ്തതിന്, ശിഷ്യന്മാരും എല്ലാവരും കൂടെ ഒക്കെ കറിക്കൊക്കെ അരിഞ്ഞു കൊടുത്ത് ചപ്പാത്തിയൊക്കെ കുഴച്ച് എല്ലാവരും കൂടെ ഒരു നല്ലൊരു കൂട്ടായ്മ കുക്കിംഗ് ആയിരുന്നേനെ. പക്ഷെ അവൾ എന്ത് ചെയ്തു? എന്നെ കൊണ്ട് പറ്റും, ഞാനാരാ മോൾ, ഞാനാരാ മോൻ എന്ന് പറയുന്നത്, ഞാനാരാ മോൾ, എനിക്കാണോ അറിയാത്തത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈ കാര്യങ്ങൾ എന്നോ നടന്നൊരു സംഭവകഥയായിട്ട് കരുതാതെ ഇത് തിരുവചനത്തിൽ അത് എഴുതി വെച്ചിരിക്കുമ്പോൾ അത് എനിക്കായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ കൈക്കൊണ്ടിട്ട് കർത്താവാണോ എൻ്റെ ഹൃദയ സിംഹാസനത്തില് എൻ്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്? ഞാൻ എൻ്റെ യേശുവിനോടുള്ള ആലോചനയിലാണോ? ഓരോ കാര്യത്തിൽ കർത്താവെ അവിടുത്തെ ഹിതം പോലെ തന്നെ വരണം, ഞാൻ കളിമണ്ണാണ്, അവിടുന്ന് കുശവനാണ്, അവിടുന്ന് യജമാനനാണ്, ഞാൻ അടിമയാണ് എന്നുള്ള ആ ഒരു മനോഭാവത്തോടെ കർത്താവെ അവിടുത്തെ ഈ ഹൃദയ സിംഹാസനത്തില് എൻ്റെ ആത്മാവിലേക്ക് യേശുവിനെ ഞാൻ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൽ നിന്ന് നിറഞ്ഞ് അങ്ങനെ ആയിരിക്കുന്നു. എന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു ജഡമുണ്ട്. ജഡം എന്ന് പറയുമ്പോൾ എന്തോ വലിയ പാപകരമായ പട്ടികയിൽപ്പെട്ട പാപങ്ങളായിരിക്കില്ല. എന്ന് ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടം. ആ സ്വന്തം ഇഷ്ടം പൊങ്ങാൻ തുടങ്ങും. എനിക്ക് എൻ്റെതായ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം, എൻ്റെതായ ചില പദ്ധതികളും അജണ്ടയൊക്കെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ കർത്താവിന് ഒരു സെൻട്രൽ പ്ലേസ് അങ്ങ് മിസ്സായിട്ട് കർത്താവിനെ ഒരു മൂലയ്ക്ക് ഇരുത്തുന്ന ഒരു മനോഭാവം. കർത്താവ് നമ്മളുടെ ജീവിതത്തിന്റെ സെൻട്രലിലായിരിക്കണം എന്ന് പറയുന്ന ഒരു വചനഭാഗം നമുക്കറിയാം. സങ്കീർത്തനം 46-ാം സങ്കീർത്തനത്തിൽ ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് നമ്മൾ 46-ാം സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ അത് എഴുതിയ അതാരാ? കോരഹ് പുത്രന്മാരാ എഴുതിയത്. കോരഹ് പുത്രന്മാരുടെ ജീവിതത്തിലെ കോരഹിന്റെ വലിയ റിബല്യൻ, വലിയ മത്സരത്തെ കുറിച്ചൊക്കെ നമ്മള് സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ കോരഹ് പുത്രന്മാർ ആദ്യം അവരും ഈ അപ്പൻ എന്താ പറയുന്നതെന്നൊക്കെ ആലോചിച്ച് എങ്ങോട്ട് പോകണം എന്നൊക്കെ മോശയ്ക്കെതിരെ മത്സരിക്കുമ്പോൾ കോരഹ് അങ്ങനെ മത്സരിക്കുമ്പോൾ അവന്റെ പുത്രന്മാരും എങ്ങോട്ട് പോകണം എന്നറിയാതെ ഒന്ന് ആശയക്കുഴപ്പത്തിലായി കാണും. എന്നാ അവര് ദൈവഭക്തനായ മോശയുടെ ദൈവത്തിന്റെ അധികാരത്തെ കണ്ട് അവര് മോശയോട് ചേർന്ന് നിന്നതുകൊണ്ട് അവര് രക്ഷിക്കപ്പെട്ടു, അവര് രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരൊരു കോരഹ് ഭൂമി പിളർന്ന് അവനെ വിഴുങ്ങിയതായിട്ട് നമ്മൾ സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഒരു വലിയ തങ്ങളുടെ ജീവിതത്തില് ദൈവത്തിന് മുഖ്യസ്ഥാനം കണ്ട് അവര് പിന്നീട് പല സങ്കീർത്തനങ്ങൾ എഴുതുമ്പോൾ ഈ 46-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ദൈവം അതിന്റെ മൂലയ്ക്കുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം അതിന്റെ മധ്യേയുണ്ട്. ഗോഡ് ഇസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഹർ, ദ സെൻട്രൽ പ്ലേസ്. നമ്മളുടെ ജീവിതത്തിന്റെ, നമ്മളുടെ ഭവനത്തിന്റെ, ഇന്ന് ഈ ഭവനം കർത്താവിനായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ കർത്താവ് ഇന്ന് മാത്രമല്ല, ഓരോ ദിവസവും എൻ്റെ ഭവനം ഡെഡിക്കേറ്റ് ചെയ്യുന്ന വേളയിൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചത് അതാണ്. കർത്താവെ ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസവും ഈ ഭവനത്തെ തുടർന്ന് എല്ലാ ദിവസവും ഹൗസ് ഡെഡിക്കേഷൻ സെറമണി വ്യക്തിപരമായിട്ടും കുടുംബമായിട്ടും നടത്താൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മളുടെ ജീവിതം ഓരോ ദിവസവും എൻ്റെ ജീവിതമാകട്ടെ, ഈ ഭവനമാകട്ടെ കർത്താവെ അവിടുത്തെ ഇഷ്ടത്തിനായിട്ട്. ശരിയാണ്, നമ്മൾ കുറവുകളും വീഴ്ചകളൊക്കെ ഉള്ളവരാണ്. എന്നാൽ ദൈവം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ബോധ്യം തരുമ്പോൾ ഉടനെ കർത്താവെ മനസ്സാന്തരപ്പെടുന്നു. ഞാനാണ് പാപി, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണം. കർത്താവെ എൻ്റെ ജീവിതത്തിന്റെ ഒരു സെൻട്രൽ പ്ലേസ് അവിടത്തേക്ക് വേണം. അവിടുന്നാണ് എൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ യോഗ്യൻ. നീ മാത്രം യോഗ്യൻ, നീ മാത്രം യോഗ്യൻ. പാട്ടുപാടി ആരാധിക്കാൻ നീ മാത്രം യോഗ്യൻ. ബാക്കി എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ യോഗ്യൻ എന്നാണ് നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള നമ്മളുടെ ഒരു ടെൻഡൻസി. എന്നാൽ കർത്താവെ അവിടുന്ന് മാത്രമേ യോഗ്യതയുള്ളൂ. അവിടത്തേക്ക് മാത്രമേ എൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും എന്നെ കണ്ണുവെച്ച് വഴി നടത്തുവാൻ അവിടത്തേക്ക് സാധിക്കുകയുള്ളൂ.
അവിടുന്ന് തന്നെ കണ്ണ് വെച്ച് ദൃഷ്ടി വെച്ച് വഴി നടത്തും. നമ്മൾ ഈ 46 സങ്കീർത്തനത്തിൽ നിന്ന് കുറച്ച് മുമ്പോട്ടൊന്ന് പോകുമ്പോൾ 32 സങ്കീർത്തനത്തിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട്. 32 സങ്കീർത്തനത്തിന്റെ 8 വാക്യത്തില് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. 32 സങ്കീർത്തനത്തിൽ 8 വാക്യത്തിൽ ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് കണ്ണ് വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇന്നും ബാക്കി ഓരോരുത്തർക്കും അയ്യോ ദൃഷ്ടി പെടും, കണ്ണ് പെടും. അവര് അവരിപ്പോ അവരുടെ അജ്ഞതയില് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഓരോന്ന് ചെയ്തു വെക്കുകയൊക്കെ ചെയ്യും. ഇന്ന് കർത്താവിന്റെ കണ്ണ് നമ്മളുടെ മേലുണ്ടെങ്കിൽ ഇതിപ്പോ ലോകത്തിൽ എല്ലാവരും വന്നിട്ട് ഇപ്പൊ കണ്ണ് വെച്ചാലോ കണ്ണ് വെക്കാതിരുന്നാലോ എന്ത് ചെയ്താലോ അതൊന്നും നമ്മളെ ഏശത്തില്ല. കർത്താവിന്റെ ദൃഷ്ടി, കർത്താവിന് അവിടെ അങ്ങനെ അത് നമ്മളാരെയും ഇങ്ങനെ പുച്ഛിക്കുന്നതല്ല. എന്നാൽ അറിയായ്മയിൽ അവരെ കർത്താവിനെ അറിയാത്തവര് മറ്റുള്ളവരുടെ കണ്ണാണ്. ഈ കഴിഞ്ഞ ദിവസം കൗൺസിലിങ്ങിന് ഒരു സഹോദരി പറഞ്ഞു, അത് ക്രിസ്ത്യൻ ഫാമിലിയിലുള്ള പണയ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോ ഇപ്പൊ ആരോ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ കണ്ണാണെന്ന് പറഞ്ഞു, ഈവിൾ ഐ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് കർത്താവിന്റെ മക്കൾ ഇനിയിപ്പോ ആരെങ്കിലും കണ്ണു വെച്ചാലും ഇല്ല, നമ്മളെ എഫക്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ നമ്മളുടെ മേലെ കണ്ണു വെച്ചിരിക്കുന്ന ഒരുവനുണ്ട്. അതാ ഞാൻ നിന്റെ മേലെ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരാം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി. കർത്താവെ ഓരോ ദിവസവും കർത്താവെ ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്റെ സമയം, എന്റെ പണം, കർത്താവെ ഓരോ കാര്യത്തിലും അവിടുത്തെ ഒരു ആലോചന വേണം, അവിടുത്തെ ഒരു സ്വാതന്ത്ര്യം വേണം. അവിടുത്തെ ഹൃദയത്തിൽ അവിടുന്ന് തരുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിനനുസരിച്ച് സജീവതയ്ക്കനുസരിച്ച് മാത്രമേ ഞാൻ മുമ്പോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആത്മാവിന്റെ ചിന്ത ജീവന് സമാധാനമാണെന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? റോമർ 8 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഓരോ കാര്യത്തിലും കർത്താവെ അവിടുത്തെ ആ ഒരു ജീവന സമാധാനവും പരിശുദ്ധാത്മാവ് എന്റെ ചിന്തകളെ, എന്റെ മനസ്സിനെ, മൈൻഡ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ്, റോമൻസ് 8:6, മനസ്സ് പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലേക്ക് വരുമ്പോൾ അവിടെ ജീവന സമാധാനമുണ്ട്. അവിടെ കർത്താവിന്റെ ആലോചനയ്ക്ക് അനുസരിച്ചേ മുമ്പോട്ട് പോകാൻ ഒക്കുകയുള്ളൂ. മാർത്ത അങ്ങനെ ചെയ്തില്ല. നമ്മള് തിരിച്ച് ആ 46 സങ്കീർത്തനത്തിലേക്ക് ഒന്ന് വരണമെങ്കിൽ അവിടെ ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു എന്നൊക്കെ 1 വാക്യത്തിലെ കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, ഭൂമി വന്ന് പിളർന്ന് സ്വന്തം അപ്പനെ വിഴുങ്ങുന്നത് ഈ കോരഹപുത്രന്മാർ കണ്ടു. ഭൂമി മാറിപ്പോയാലും 46 സങ്കീർത്തനത്തിലേക്ക് വരിക, 46 വാക്യം, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങളൊക്കെ കുലുങ്ങി സമുദ്രമധ്യത, ഒരു വലിയ പർവ്വതം, ഒരു ചെറിയ എന്തെങ്കിലും ഒരു ചെറിയൊരു മണൽക്കൂന്നെ ഒന്ന് കുലുങ്ങി വീഴുമ്പോൾ തന്നെ നമുക്ക് അയ്യോ എന്തോ സംഭവിക്കുന്നേ. പക്ഷെ ഇതിപ്പം വലിയൊരു പർവ്വതങ്ങള് കുലുങ്ങി സമുദ്രമധ്യേ അങ്ങ് വീണാലും അപ്പോഴത്തേക്കും സമുദ്രത്തിന്റെ ഇരച്ചിലെല്ലാം കൂടെ വെള്ളം അങ്ങ് ഇരച്ച് കലങ്ങും. അത് അതില് വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങളൊക്കെ അപ്പൊ ഈ വെള്ളം ഇരച്ച് കീറുന്നു, അതിന്റെ കോപം കൊണ്ട് പിന്നെയും പർവ്വതങ്ങൾ കുലുങ്ങും. ആദ്യം പർവ്വതം കുലുങ്ങി വീണതും പോരാ, സമുദ്രം ഇരച്ച് ഇപ്പൊ ഈ അഴീക്കൽ PHC-യിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇസ്രയേല് അവരിങ്ങനെ സമുദ്രം ഇങ്ങനെ പെട്ടെന്ന് ഇരച്ച് കയറുന്നതായിരിക്കും. അവരെപ്പോഴും എല്ലാ ദിവസവും ഇങ്ങനെ തിരമാല ഇങ്ങനെ ഇരച്ച് വരുന്നത് കാണാം. എന്നാൽ ദൈവം അതിന് വെച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. എന്നാൽ ഇതൊക്കെ ഇരച്ചങ്ങ് കീറിയതും പോരാ, പിന്നെ ഈ ഇരച്ച് കീറിയ വെള്ളം പിന്നെയും കോപം കൊണ്ട് പർവ്വതങ്ങൾ പിന്നെയും കുലുങ്ങും. ആദ്യം പർവ്വതം കുലുങ്ങിയ കാര്യമാണ്. പർവ്വതങ്ങൾ കുലുങ്ങി കാര്യം നമ്മൾ 2 വാക്യത്തിൽ വായിക്കുന്നു. പർവ്വതങ്ങൾ കുലുങ്ങി വീഴുന്നു. അതുകൊണ്ട് പിന്നെയും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ വീണ്ടും കുലുങ്ങിയാലും വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ പിന്നെയും കുലുങ്ങിയാലും 3 വാക്യത്തില് ഞാൻ ഭയപ്പെടത്തില്ല. അതിന്റെ കാരണം ഒരു നദി ഉണ്ടെങ്കിൽ ഈ സമുദ്രം ഇരച്ച് കവിയുന്ന ആ ഒരു വെള്ളത്തിനെക്കാട്ടിലും ഒരു ജീവജലത്തിന്റെ ഒരു നദി എൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗസിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്നുണ്ട്. എൻ്റെ ഹൃദയസിംഹാസനത്തില് യേശു കർത്താവേ എൻ്റെ ഹിതം പോലെ അല്ല അവിടുത്തെ ഹിതം പോലെ, കർത്താവെ എൻ്റെ ഹിതത്തിനായിട്ട്, എൻ്റെ ഇഷ്ടത്തിനായിട്ട് ഞാൻ സമ്പൂർണ്ണമായിട്ടും മരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ സ്വർഗസിംഹാസനത്തിൽ നിന്നുള്ള ഹൃദയസിംഹാസനത്തിൽ യേശു ഉണ്ടെങ്കിൽ സ്വർഗത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു ജീവജലത്തിന്റെ നദി. ആ വാക്യം നമുക്കറിയാം. നമ്മളിവിടെ 46 സങ്കീർത്തനത്തിൽ ഒരു വിരൽ വെച്ചുകൊണ്ട് നമ്മൾ ആ നദിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് 22 അധ്യായത്തിലാണ്. വെളിപാട് പുസ്തകം, നമ്മുടെ ബൈബിളിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം, അതിന്റെ 1 വാക്യം, വെളിപാട് 22:1 ഈ നദി, അവിടെ ആ നദിയെ നമുക്ക് പരിചയമുണ്ടോ? നമ്മൾക്ക് ഭാരതപ്പുഴയും പെരിയാറും ഗംഗയും യമുനയൊക്കെ പരിചയമുണ്ട്. എന്നാൽ ഈ നദിയെ പരിചയമുണ്ടോ? വേണ്ടത്ര. ഈ നദിയിൽ നമ്മൾ മുങ്ങി കുളിക്കാറുണ്ടോ? ഈ ആനന്ദ നദിയിൽ നിന്ന് പാനം ചെയ്യാറുണ്ടോ? വെളിപാട് പുസ്തകം 22 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെ, അതായത് പിതാവിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭമായ ജീവജല നദിയും
അവൻ എന്നെ കാണിച്ചു. അതെ, ക്രിസ്റ്റൽ, ക്ലിയർ as ക്രിസ്റ്റൽ, അതുപോലെ പ്യൂരിറ്റി, പരിശുദ്ധി, അവിടെ ഒരു നിസ്വാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹത്തിന്റെ ജലം, ജീവജല നദികൾ, ക്ലിയർ as ക്രിസ്റ്റൽ, കമ്മിങ് ഫ്രം ദ ത്രോൺ ഓഫ് ഗോഡ് ആൻഡ് ഓഫ് ദ ലാം. ആ നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്, അത് 12 വിധം ഫലം കായ്ക്കുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഈ ഒരു നദി, അവിടെ പളുങ്കുപോലെ ശുഭമായ ജീവജല നദി, ആ ഒരു നദിയാണ് അന്ന് പഴയ നിയമത്തിലെ ആ നദിയെക്കുറിച്ചാണ് ഇവിടെ 46 സങ്കീർത്തനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു നദിയുണ്ട്. ഓ, ഈ സമുദ്രത്തിന്റെ വെള്ളവും ഭൂമിയുടെ കുലുക്കവും ഒന്നും ഞങ്ങളെ കുലുക്കത്തില്ല, കാരണം ഇവിടെ ഒരു നദിയുണ്ട്, അതിന്റെ തോടുകളുണ്ട്. ഈ ഇരച്ചു കലങ്ങുന്ന വെള്ളത്തിന്റെ ഇരച്ചിൽ ശബ്ദങ്ങളൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല, കാരണം എന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ഒരു നദി, സമാധാനത്തിന്റെ ഒരു നദി. പരിശുദ്ധാത്മാവിന്റെ ഫലം എന്താ? സ്നേഹം, സന്തോഷം, സമാധാനം. പരിശുദ്ധാത്മാവ് നമ്മളിലൊന്നും അറിയുമ്പോൾ അത് അങ്ങനെ 9 കാര്യങ്ങൾ നമ്മൾ അവിടെ ഗലാത്യർ 5:22-23 വായിക്കുന്നുണ്ട്. പ്രാഥമികമായിട്ടും കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ സന്തോഷം, കർത്താവിന്റെ സമാധാനം ഇന്ന് ഒരു നദിയായിട്ട് നമ്മളുടെ ഹൃദയങ്ങളിൽ വന്ന് നിറഞ്ഞിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ ഓപ്പൺ അപ്പ് ചെയ്യാം. കർത്താവിന്റെ നദി നമ്മളുടെ ജീവിതത്തിൽ നിറഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മളുടെ ഭവനത്തിൽ നിറഞ്ഞിട്ടില്ലെങ്കിൽ അതിന് കാരണക്കാരത്തി ഞാനാണ്. കർത്താവേ, ഞാൻ മാർത്തയെ പോലെ അങ്ങേ വീട്ടിൽ വിളിച്ചു കയറ്റി, എന്നാൽ പിന്നെ കർത്താവെ അങ്ങേ ഒരു മൂലയ്ക്ക് ഇരുത്തി ഞാൻ എൻ്റെ പണിയുമായിട്ട്, എൻ്റെ കാര്യങ്ങളുമായിട്ട്, എൻ്റെ പലവിധമായിട്ടുള്ള പല ഇഷ്ടങ്ങളുമായിട്ട് ഞാൻ അങ്ങ് പോയല്ലോ. കർത്താവെ, ഡിസ്ട്രാക്റ്റഡ് ആയി പോയല്ലോ, പല വിധമായിട്ടുള്ള ശുശ്രൂഷയാൽ കുഴങ്ങിപ്പോയല്ലോ. കർത്താവെ, ഞാൻ അങ്ങിലേക്ക് തിരിച്ചു വരട്ടെ. ആ മറിയം തിരഞ്ഞെടുത്ത നല്ല അംശമുണ്ട് അവിടെ. എന്താ മറിയം? ഓഫ് കോഴ്സ് മാർത്തയുടെ കൂടെ, മാർത്ത യേശുവിനെ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഒരു മറിയവും ഉണ്ട്. മാർത്തയുടെ നിഴലില് ഒരു പക്ഷേ ഈ അമ്മയൊക്കെ അമ്മ മുമ്പോട്ട് നടക്കുമ്പോൾ കൊച്ചു പിള്ളേർ ഈ സാരിത്തുമ്പില് നടക്കുന്ന പോലെ മറിയം കുറച്ചൊരു നാണം കുടുങ്ങി പോലെയുള്ള ഒരു പ്രകൃതമായിട്ടാണ് നമ്മളെ കുറച്ചുകൂടി കുറച്ചുകൂടി ഒരു ഇൻട്രോവേർട്ട്, കുറച്ചുകൂടി ഒരു അന്തർമുഖയായ ഒരു സ്ത്രീ, ഒരു സഹോദരി. അപ്പൊ അവൾ അത്രയ്ക്ക് അങ്ങ് പെട്ടെന്ന് അങ്ങ് എല്ലാവരുടെ മുമ്പിൽ അങ്ങ് 13 ആണുങ്ങള് വരുന്നു, യേശുവും 12 ശിഷ്യന്മാരും പെട്ടെന്ന് അങ്ങ് എല്ലാവരുടെ മുമ്പിൽ അങ്ങനെ ചെന്ന് നിൽക്കാനൊക്കെ ഉള്ള ഒരു നാണവും ഒരു കുറച്ചൊരു ലജ്ജാശീലവും ഒക്കെ ഉണ്ട്. അപ്പം മുമ്പിൽ ചെന്ന് പൂമാലയിട്ട് വരവേറ്റില്ലെങ്കിൽ മറിയുമുണ്ട് കർത്താവിനെ സ്വീകരിച്ചിരുത്താൻ. എന്നാ അവൾക്ക് അവളുടെ ജീവിതത്തിന്റെ കേന്ദ്രത്തില് കർത്താവിനെ അവരോധിച്ചിരുന്നു. അതുകൊണ്ട് നമ്മളിവിടെ 46 സങ്കീർത്തനത്തിൽ വായിക്കുമ്പം ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരം എന്ന് പറയുന്നത് യെരുശലേം ആയിരുന്നു അന്ന് പഴയ നിയമത്തിൽ നിന്ന്. പുതിയ യെരുശലേം ആകുന്ന സഭ, നമ്മളുടെ വീട് സഭയുടെ ഒരു പ്രതീകമാണ്. 2-3 പേര് ഐകമത്യപ്പെട്ട് അവിടെ ഒരു അമ്മയും മകളും ആകാം, ഭാര്യയും ഭർത്താവും ആകാം. ഈ ഭവനത്തിൽ ഒരു അമ്മയും മകളുമാണ് ഇവിടെ ഉള്ളത്, മേരി സിസ്റ്ററും ആശ സിസ്റ്ററും. അപ്പൊ അവര് ഒരുമനപ്പെട്ട് ഇവിടെ ആയിരുന്നാല് അതൊരു സഭയുടെ പ്രതീകമാണ്. അപ്പൊ ആ ദൈവനഗരത്തെ, ആ തോടുകള് അവര് ഐകമത്യപ്പെടണം. നീ ഇതാണ് പരാതി, വെറുവെറുപ്പ്, വഴക്ക്, പ്രശ്നങ്ങള് അങ്ങനെ ആയിരുന്നാല് അവിടെ പ്രയാസമായിരിക്കും. പക്ഷെ എന്നാൽ അതിലിനിപ്പം ഒരാളെങ്കിലും സാഗ്ബർ പറയുന്ന കണക്ക് ഫൈറ്റ് ഉണ്ട്, 2 കൈയും കൂടെ കൂട്ടിയടിച്ചാൽ എന്തുണ്ട്? ശബ്ദം കേൾക്കും. ഒരു കൈ ഒന്ന് താണു കൊടുത്ത് അറ്റ്ലീസ്റ്റ് സമാധാനമുണ്ട്. കുറച്ച് ഒരാള് കൈ വീശുന്നതിന്റെ കാറ്റെങ്കിലും കിട്ടും, കുറച്ചുകൊണ്ടൊന്ന് ആവിയെങ്കിലും പോകും. മറ്റേ ആളൊന്ന് കൈ വീശു വേണം, മറ്റേ ആളങ്ങ് താണു കൊടുത്താൽ മതി. ഞാനൊന്നും മിണ്ടുന്നില്ല. എന്നാൽ 2 പേരും കൂടെ അങ്ങ് താണു കൊടുക്കുന്ന അതിലേക്ക് വരുമ്പം, ഈ ഒരാൾ താണു കൊടുക്കുമ്പോൾ മറ്റേ ആള് ഞാനിങ്ങനെ കിടന്ന് വായിട്ടലച്ചിട്ട് കാര്യമൊന്നുമില്ല, ഞാനിന്ന് കുറച്ച് മിണ്ടാതിരിക്കാം എന്ന് പറഞ്ഞ് 2 പേരും കർത്താവിന് മുമ്പാകെ മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിയുവിനായി. ഇതേ 46 സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കോലാഹലങ്ങളൊക്കെ നടക്കുമ്പോൾ, വലിയ വലിയ കോലാഹലങ്ങൾ നടക്കുന്ന കാര്യമൊക്കെയാ വായിക്കുന്നത്. ജാതികൾ ക്രുദ്ധിച്ചു, 6-ാമത്തെ വാക്യം, ജാതികൾ ക്രുദ്ധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. ഇതെല്ലാം വലിയ വലിയ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ മിണ്ടാതിരുന്ന, ബി സ്റ്റിൽ, ബി സൈലന്റ് and know that cease striving and know that I am God. പല നമ്മുടെ ശരിയാണ്, ഒരു ഭവനം ആകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, അങ്ങനെ ഉണ്ടാവുമ്പം നമ്മളുടെ ജഡികമായിട്ടുള്ള ഒരു ദേഷ്യത്തോടെ അങ്ങോട്ട് പറയുന്നു ഇങ്ങോട്ട് പറയുന്നു, മാനുഷികമായ കോപം ദൈവിക നീതിയെ നിവർത്തിക്കുന്നില്ലെന്ന് യാക്കോബ് 1:20 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ വാക്യത്തിലേക്ക് പോകുന്നില്ല, നമുക്കത് എഴുതിയെടുക്കാം. യാക്കോബ് 1:20
മനുഷ്യന്റെ കോപം, ഹ്യൂമൻ ആങ്കർ ഓഫ് മാൻ കനോട്ട് അച്ചീവ് റൈറ്റസ്നെസ്. ഓ, ഞാൻ ഇവിടെ എന്തെങ്കിലും പറഞ്ഞാലേ പറ്റത്തുള്ളൂ. പക്ഷെ ശരിയാണ്, നമ്മൾ ആത്മാവിലെ കാർക്കശ്യത്തോടെ ചില ഫേമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഒരു വീട്ടിലെ അമ്മയെന്ന നിലയിൽ ഫേമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയേണ്ടടുത്ത് പറയണം. വീട്ടിലെ നമ്മളെ കുടുംബസ്ഥൻ, അങ്ങനെ വീട്ടിലെ ഉത്തരവാദിത്തമുള്ളവര്, സഭയിൽ ഉത്തരവാദിത്തമുള്ളവര് ഫേമായിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയണം. എന്നാൽ അതൊരു ജഡത്തിന്റെ ഒരു അങ്കലാപ്പിലല്ല, മറിച്ച് ആത്മാവിന്റെ ഒരു കാർക്കശ്യത്തോടെ, ഒരു ഫേംനെസ്സോടെ, ഒരു ആത്മീയ അധികാരത്തോടെ പറയണം. പക്ഷേ മനുഷ്യന്റെ കോപം, ജഡികമായിട്ടുള്ള ഭയങ്കര വെപ്രാളവും ടെൻഷനും അങ്കലാപ്പും ആ ഒരു ആക്രോശവും, അതൊക്കെ രണ്ടുപേരും കൂടെ എന്താ, ഒരാൾ മിണ്ടാതിരിക്കുന്നത് കണ്ട് മറ്റേയാളും അതിനാൽ ഇൻസ്പയർഡ് ആയിട്ട്, മറ്റേയാളും അതിനായുള്ള പ്രചോദിതമായിട്ട് ഈ ജീവന്റെ മാർഗം, ഈ ക്രൂസിന്റെ മാർഗം, ഈ സമാധാനത്തിന്റെ മാർഗം എനിക്കും വേണമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരുമനപ്പെടുമ്പം അവിടെ ഈ ദൈവനഗരത്തെ, അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ് സമാധാനമെങ്കിലും ഉണ്ട്, അവരുടെ സമാധാനമെങ്കിലും ഉണ്ട്, നല്ല കാര്യം. അപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമനപ്പെടുവാണെങ്കിൽ അവിടെ കൂട്ടായ്മയുണ്ട്. അപ്പോൾ യുദ്ധം, സമാധാനം, രണ്ടുപേരും കൂടെ ഒരുമനപ്പെടുമ്പോൾ കൂട്ടായ്മ. ഫൈറ്റ്, പീസ്, ഫെലോഷിപ്പ്, ഏത് വേണമെന്നുള്ള കാര്യം നമ്മളാണ് ഒരു ദിവസം തീരുമാനിക്കേണ്ടത്. ഫൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും തീരുമാനിക്കുന്നു, പീസ് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും തീരുമാനിക്കുന്നു, സമാധാനം എന്നുള്ളത്, ഫെലോഷിപ്പ് എന്നുള്ളത് രണ്ടുപേരും കൂടെ ആ ഒരു കർത്താവിന് മുമ്പാകെ, കർത്താവെ ആകാത്ത വാക്കൊന്നും എൻ്റെ വായിൽ നിന്ന് ഈ ഭവനത്തില്, കർത്താവെ ആകാത്ത വാക്കൊന്നും പുറപ്പെടരുത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന വാക്ക് മാത്രമേ ഈ ഭവനത്തിൽ പുറപ്പെടാവുള്ളൂ കർത്താവെ. അതാണ് ഞാൻ പറഞ്ഞ വാക്യമല്ല, അത് ആര് പറഞ്ഞതാ? പരിശുദ്ധാത്മാവ് എഫേസ്യർ 4:29 ഒരു ഭവനമാകുമ്പോൾ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്നതിന് വരെ കേൾക്കുന്നവർക്ക് സ്വൈര്യം കിട്ടിയാൽ മതി എന്ന് തോന്നുന്ന തരത്തിലുള്ള വാക്കുകൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും ഈ ജഡത്തിലുള്ളവരാ, നമ്മളാരും സ്വർഗത്തിൽ നിന്ന്, ശരിയാണ് നമ്മളെല്ലാം സ്വർഗത്തിൽ നിന്ന് ജനിച്ചവരാണ്, എങ്കിലും നമ്മൾ ഈ ഭൂമിയിലുള്ളൊരു വളരെ വഞ്ചനയുള്ളൊരു ജഡമുള്ളവരാ. അപ്പം അങ്ങനെയൊക്കെയുള്ള വാക്കുകളും അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ വരാം. പക്ഷെ അവിടെ കർത്താവേ, ഇവിടുത്തെ വചനം പറയുന്നു, എഫേസ്യർ 4 ഞാൻ എല്ലാത്തിലും വാക്യത്തിലൂടെ എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും അതൊന്ന് എഴുതി വെക്കാം. എഫേസ്യർ 4:29 എന്താ നമ്മൾ വായിക്കുന്നത്? That no unwholesome word proceed from your mouth, but such a word as is good for edification according to the need of the hour, that it may impart grace to those who hear. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുമാറ്. ഞാൻ അല്ലെങ്കിൽ ആ വാക്യം മലയാളത്തിൽ എനിക്കത് അത്ര കാണാതെ പറയാൻ അറിയത്തില്ല, ഇംഗ്ലീഷിൽ കാണാതെ പഠിച്ചിരിക്കുന്നത്. ഞാനത് ആ വാക്യം ഇവിടെ എടുക്കുക. എഫേസ്യർ 4:29 കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്. ഈ കൃപ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ കൃപ. അപ്പൊ ഇവിടെ ജീവജലത്തിന്റെ തോടുകള് ദൈവനഗരത്തെ നനയ്ക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ ഈ കൃപ എന്റെ വായിൽ നിന്ന് വരത്തുള്ളൂ. എന്റെ ജഡം, എന്റെ സ്വന്തം ഇഷ്ടം ക്രൂസിലാണെങ്കിലേ, സമർപ്പിതമാണെങ്കിലേ പരിശുദ്ധാത്മാവിന്റെ ആത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് എന്റെ ചിന്തകളെയും എന്റെ വികാരങ്ങളെയും എന്റെ തീരുമാനങ്ങളെയൊക്കെ നിയന്ത്രിച്ച് എൻ്റെ വാക്കിലൂടെ ഞാൻ സംസാരിക്കുമ്പോൾ ജീവജലത്തിന്റെ നദികൾ എൻ്റെ വാക്കിലൂടെ പ്രവഹിക്കത്തുള്ളൂ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്നു. നമ്മുടെ സാധാരണ കാര്യങ്ങളായിരിക്കും പറയുന്നത്. എഫേസ്യർ 4:29, എഫേസ്യർ 4:29 വാക്യം, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ, ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ കലകലാന്ന് ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സദൃശവാക്യത്തിലൊക്കെ നമ്മൾ അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന മഴയെ പോലുള്ള ഭാര്യയെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെ ഇടിമുഴക്കം പോലുള്ള ഭാര്യയെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട് സദൃശവാക്യത്തിൽ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ എന്നാൽ അങ്ങനെയൊന്നും അല്ലാതെ ആവശ്യം പോലെ കൊടുക്കുന്ന നീടത്തെ അവർ ഇപ്പൊ എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് പറയുന്ന ഓരോ വാക്കിന് നമുക്ക് എന്തെങ്കിലും ചെലവുണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര സൂക്ഷിക്കുമായിരുന്നില്ല. ലൈസൻസ് ഇല്ല, ഇങ്ങനെ ഒരു ലൈസൻസ് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, ഒരു ചെലവില്ല, പലതും വേണമെങ്കിൽ പറയാം. പക്ഷേ കർത്താവ്, ഇത് അങ്ങയുടെ നാക്കാ യേശുവേ, ഇത് എന്റെ നാക്കല്ല, അങ്ങയുടെ നാക്കാ കർത്താവ്. ഇത് ഇവിടുത്തെ ചെലവെന്ന് പറഞ്ഞാല് എന്റെ സ്വയജീവനെ യാഗമായിട്ട്, അങ്ങേക്ക് ചെലവില്ലാത്തതൊന്നും ഞാൻ യാഗം കഴിക്കത്തില്ലെന്നൊക്കെ 2 ശമൂവേൽ 24:24 ദാവീദ് പറയുന്നുണ്ട്. എനിക്ക് ചെലവില്ലാത്തതൊന്നും ഞാൻ യഹോവയ്ക്ക് യാഗം അർപ്പിക്കുകയില്ലെന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു ചെലവുണ്ട്. ഇവിടെ ഒരു നമ്മളുടെ അധരത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും കർത്താവിനൊരു വഴിപാടായിട്ട് മാറണമെങ്കിൽ അവിടെ ഒരു ചെലവുണ്ട്. എൻ്റെ സ്വന്തം ഇഷ്ടം ആകുന്ന ആ സ്വയജീവനെ ഒഴിച്ചു കളയുന്നതിന്റെ ഒരു ചെലവുണ്ട്. അങ്ങനെ ആവുമ്പോൾ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായിട്ട് മറ്റുള്ളവരെ എഡിഫൈ ചെയ്യുന്ന, ബിൽഡപ്പ് ചെയ്യുന്ന, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, എന്നാൽ ചില സമയത്ത് കാർക്കശ്യതയോടെ തിരുത്തേണ്ടത് സമയത്ത് തിരുത്തേണ്ടുന്ന, അങ്ങനെ ആത്മീയ വർധനയ്ക്ക് ഉതകുന്ന, ബിൽഡപ്പ് ചെയ്യുന്ന, നമ്മളുടെ ഇപ്പം ഫിസിക്കലി പറയുവാണെങ്കിൽ ഈ ബിൽഡിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ്, നമ്മൾ നമ്മൾ ഡോക്ടർമാരൊക്കെ
ഡയറ്റീഷ്യൻസ് ഒക്കെ പറയും കൂടുതൽ പ്രോട്ടീൻസ് കഴിക്കണം, നല്ല പ്രോട്ടീൻസ് ഉള്ള ഫുഡ് കഴിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യമായിട്ട് നമ്മുടെ മസിൽസ് ഒക്കെ ബിൽറ്റപ്പ് ആകണം എന്ന് പറയുന്നത് പോലെ ഈ പ്രോട്ടീൻസ് അല്ലെങ്കിൽ മാംസ്യം എന്നല്ലേ പറയുന്ന മലയാളത്തിൽ, അല്ലേ? പ്രോട്ടീൻ്റെ മാംസ്യം എന്ന മലയാളത്തിൽ നിന്നാണ് എൻ്റെ വിശ്വാസം. മാംസ്യം അല്ലെങ്കിൽ എന്താ പ്രോട്ടീൻ കഴിച്ചാലേ നമ്മുടെ മസിൽസ് ഒക്കെ ബിൽഡപ്പ് ആവും എന്ന് പറയുന്നത് പോലെ ആണ് നമ്മളുടെ ആത്മീയതയിൽ ആത്മീയ വർധനയ്ക്ക് ഉതകുന്ന ദൈവത്തിന്റെ വാക്കുകൾ. അങ്ങനെ ആവുമ്പോൾ അത് മറ്റൊരാൾക്ക്, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പ്രോട്ടീൻസ് കൊടുക്കുന്ന പോലെ നമ്മള് അതുപോലെയുള്ള ആത്മവർദ്ധനയ്ക്ക് ഉതകുന്ന വാക്കുകൾ പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ബിൽഡപ്പ് ചെയ്യുക. അവര് നാളെ വളർന്നു വരുമ്പം എൻ്റെ അപ്പനും അമ്മയും വീട്ടിൽ എങ്ങനെ പെരുമാറിയോ അതുപോലെ എനിക്കും പെരുമാറണം. അവര് യുനോ കഴിഞ്ഞ ദിവസം സാങ്ക്ബേർഡ് ഒരു മെസ്സേജിൽ ബ്രദർ പറയുമായിരുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, ഞാൻ നിങ്ങളുടെ മമ്മിയെ എങ്ങനെ, ഒരു ഭർത്താവ് ഇങ്ങനെ പറയാൻ സാധിക്കും, ഞാൻ നിങ്ങളുടെ മമ്മിയോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. അല്ലെങ്കിൽ മമ്മിക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, ഞാൻ നിങ്ങളുടെ പപ്പയോട് ഞാൻ എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ നിങ്ങളും എന്നെ അനുകരിക്കുമെന്ന് ഒരു അപ്പനും അമ്മയ്ക്കും പറയാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ആ കാര്യത്തിൽ ഒരു മാനസാന്തരത്തിന് ആവശ്യമുണ്ട്. നമുക്ക് അങ്ങനെ ഒരു മാതൃകയായിട്ട് ഞാൻ എൻ്റെ ഭാര്യയോട്, ഞാൻ എൻ്റെ ഭർത്താവിനോട്, ഞാൻ എൻ്റെ മക്കളോട് സംസാരിക്കുന്നത് പോലെ നിങ്ങളും അതുപോലെ സംസാരിക്കുമെന്ന് നമുക്കൊരു മാതൃക പറയാനില്ലെങ്കിൽ വീട്ടിൽ വർക്ക് ചെയ്യാത്ത ടേപ്പ് റെക്കോർഡർ നമ്മൾ വേറൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു ഇപ്പം പിന്നെ ടേപ്പ് റെക്കോർഡർ ഒന്നും ഇല്ല, ഇപ്പം നമ്മൾ വീട്ടിലൊരു മൊബൈലുണ്ട്, അത് വർക്ക് ചെയ്യുന്നില്ല നോക്കിയപ്പോൾ, അപ്പം വലിയ ഡിസ്പ്ലേ ഒന്നും ഇല്ല, ഏതാണ്ടൊക്കെ ബാറ്ററി ഒക്കെ പെട്ടെന്ന് ട്രെയിൻ ആയി. അപ്പോൾ വേറൊരാൾക്ക് ഒരു ഗിഫ്റ്റ് വേണമെന്ന്, അപ്പം നമുക്ക് എടുത്ത് പൊടിഞ്ഞു വിട്ട് നല്ലൊരു വർണ്ണ കടലാസൊക്കെ വെച്ച് നമുക്ക് ഗിഫ്റ്റ് കിട്ടി. അയ്യോ ഒരു പുതിയ മൊബൈലാണ് എനിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും. വീട്ടിൽ വർക്ക് ചെയ്യാത്ത മൊബൈൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മൾ ചെയ്യത്തില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ വീട്ടിൽ വർക്ക് ചെയ്യാത്ത നമ്മുടെ ദൈവത്തിന്റെ വചനം നമ്മൾ വീട്ടിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളത് മറ്റുള്ളവർക്ക് പറയുന്നത്, മറ്റുള്ളവരുടെ സുവിശേഷം മറ്റുള്ളവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളാരും പൂർണ്ണമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നുള്ളതല്ല. എന്നാൽ നമുക്ക് അവിടെ നമ്മളുടെ അപൂർണതയെക്കുറിച്ചൊരു ഒരു മനസാന്തരവും ആ പൂർണ്ണതയിലേക്കുള്ള ഒരു ആയുന്നൊരു പ്രയാണവും ഇല്ലാതെ നമ്മൾ വീട്ടിലൊന്നും വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ പുറമേ പറച്ചില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലോട്ട് വരാതെ, കർത്താവേ ഞാൻ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ആത്മീയ വർധനയ്ക്ക് ഉതകുന്ന വാക്കുകൾ എനിക്ക് പറയണം. നല്ല വാക്കല്ലാതെ ആകാത്തത് നോ അൺഹോൾസം. ആകാത്തത് എന്നുള്ള വാക്ക് അത് ഗ്രീക്കില് അത് സാപ്രോസ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. സാപ്രോഫൈറ്റ്സ് എന്നൊക്കെ നിങ്ങൾ ബയോളജിയിൽ പഠിക്കും. സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ചീഞ്ഞു നാറിയ റോട്ടൻ ഓർഗാനിസംസ് ഒക്കെ, ചീഞ്ഞു നാറിയതിലൊക്കെ ഭക്ഷിക്കുന്ന അണുക്കളെ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ചീഞ്ഞു നാറിയ വാക്കുകളൊന്നും പറയരുത്. പ്യൂട്രിഫൈഡ്, റോട്ടൻ അതിന്റെ ലിറ്ററൽ ആയിട്ടുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വർത്ത്ലെസ്, കറപ്റ്റ്, റോട്ടൻ, പ്യൂട്രിഫൈഡ്. അതായത് കൃപയില്ലാത്ത വാക്കുകൾ എങ്ങനെയാണ്, നമ്മൾ വലിയ ചീത്ത വാക്കൊന്നും പറയത്തില്ലായിരിക്കും, പക്ഷെ കൃപയില്ലാത്ത വാക്ക് റോട്ടൻ വേർഡ്സ് ആണ്. അത് ഒരു ജഡത്തിന്റെ മാലിന്യവും അതിൻ്റെതായ ജീർണതയൊക്കെ ഉള്ള ഒരു വാക്കാണ്. അപ്പൊ അങ്ങനെ ആകാത്ത വാക്കൊന്നും കർത്താവി പുറപ്പെടരുത്. അഥവാ എന്തെങ്കിലും ഒരു വാക്ക് പുറപ്പെട്ട് പെട്ടെന്ന് തന്നെ കർത്താവി അങ്ങ് ക്ഷമ ചോദിക്കാൻ, ആരോടാണ് നമ്മൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ്, സോറി മോളെ, സോറി അമ്മേ, ഞാൻ പറഞ്ഞ കുറച്ച് കൂടിപ്പോയി, എൻ്റെ വാക്കിൽ കൃപ കുറഞ്ഞു പോയി, ആ വാക്കിൽ കുറച്ച് ഉപ്പില്ലായിരുന്നു, ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ പറയണമെന്ന് കൊളോസ്യർ 4:6 വാക്യം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കൊളോസ്യർ 4:6 നമുക്ക് എല്ലാവർക്കും അറിയാം. ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ ഇങ്ങനെ ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ വേണം പറയാൻ. അപ്പം ചിലപ്പോൾ ഞാൻ ചില സൗകര്യങ്ങൾ പറയേണ്ടപ്പോൾ അതിനെ കുറച്ചുകൂടെ ഉപ്പിടണമായിരുന്നു ആ വാക്കില്. അങ്ങനെ നമ്മൾ സംസാരിച്ചപ്പോൾ കുറച്ചുകൂടെ ഉപ്പിടണമായിരുന്നു. ഉപ്പിനെ അതായത് കൃപയെ ഉപ്പിനോട് ഉപയോഗിച്ചിരിക്കുകയാണ്. സീസൺ അസിറ്റ് വേ വിത്ത് സോൾട്ട് എന്ന അവിടെ കൊളോസ്യർ 4:6 നമ്മൾ വായിക്കുന്നത്. അപ്പൊ അവിടെ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ആ കൃപ, അതാണ് ആ ഉപ്പുരസം. നമ്മളെ വാക്കുകൾക്ക് ഒരു ഉപ്പുരസം പകരുന്ന കൃപ നൽകുന്ന വാക്കുകൾ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ഞാൻ 46 സങ്കീർത്തനത്തിൽ ഇങ്ങനെ നമ്മൾ വായിച്ച ആ നദി എന്ത് ചെയ്യുന്നു? തോടുകളെ ദൈവനഗരത്തെ എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തെ പ്രാഥമികമായിട്ടും, പിന്നെ നമ്മളുടെ ഭവനത്തെ, പിന്നെ നമ്മളുടെ സഭയെ, അങ്ങനെ ആഗോള സഭയെല്ലാം അങ്ങനെ ആ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. പലർക്കും ഇന്ന് എന്തില്ല? എല്ലാം ഉണ്ട്, പക്ഷെ സന്തോഷമില്ല. എല്ലാം അതുണ്ട്, ഇതുണ്ട്, വലിയ വലിയ കാര്യങ്ങളെല്ലാം ഉണ്ട് ലോകപ്രകാരം. ഇന്ന് എന്താ ഇല്ലെന്ന് ചോദിച്ചാൽ സന്തോഷമില്ല, സമാധാനമില്ല. അതിന്റെ കാരണം ഈ തോട് ഇങ്ങോട്ട് വന്ന് ഒഴുകുന്നില്ല, ജീവജലത്തിന് നദികൾ അങ്ങ് ഒഴുകുന്നില്ല. ജീവജലത്തിന് നദികൾ ഒഴുകുമ്പോൾ അവിടെ സന്തോഷമുണ്ട്, അവിടെ സമാധാനമുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, അവിടെ
അവിടെ കർത്താവാണ് അതിന് മധ്യേ ഉള്ളത്. കർത്താവിനെ നമ്മുടെ ജീവിതത്തിന്റെ മധ്യത്തില്, കർത്താവെ ഇനി എന്റെ ജീവിതത്തിലെ കർത്താവെ ഇങ്ങനെ ഒരു 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 കാറിന്റെ അല്ലെങ്കിൽ ഒരു വാഹനത്തിന്റെ മധ്യത്തില് എന്ന് പറഞ്ഞാല് ആ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റില്, ഒരു കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആളാ എങ്ങോട്ടാ പോകുന്നതെന്ന് സ്റ്റിയറിംഗ് പിടിക്കുന്നത് എന്ന് പറയുന്നത് പോലെ എന്റെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് കർത്താവിനെ ഞാൻ കാറിലൊക്കെ വിളിച്ച് കയറ്റി, പക്ഷെ ഞാൻ എന്റെ ഇഷ്ടം പോലെ എങ്ങോട്ടൊക്കെയോ ഓടിച്ചുകൊണ്ടിരിക്കുവാണോ? അതോ നമുക്ക് ആ മറിയത്തിന്റെ നല്ല മാതൃകയെ നമുക്ക് നോക്കാവില്ല. നമുക്ക് തിരിച്ച് ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെ നമ്മൾ വിട്ടുകളഞ്ഞ ഒരു വാക്യമുണ്ട്. വിട്ടുകളഞ്ഞതല്ല, നമ്മൾ വായിക്കാതെ മാറ്റിവെച്ചൊരു വാക്യമുണ്ട്. ലൂക്കോസ് 10-ന്റെ 39-ാമത്തെ വാക്യം. അവിടെ എന്താ നമ്മൾ വായിക്കുന്നേ? ലൂക്കോസ് 10-ാം അധ്യായം അതിന്റെ 39. അവിടെ മാർത്ത കർത്താവിനെ സ്വീകരിച്ച കാര്യം, വീട്ടിലേക്ക് കൈക്കൊണ്ട കാര്യം അവിടെ നമ്മൾ 38-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. ഓ, എത്ര മനോഹരമായിട്ടുള്ളൊരു വാക്യം! സച്ച് എ ബ്യൂട്ടിഫുൾ വേഴ്സ്. കർത്താവേ, മേരി ഹു വാസ് സീറ്റഡ് അറ്റ് ദ ലോർഡ്സ് ഫീറ്റ് ലിസണിങ് ടു ഹിസ് വേർഡ്. കർത്താവെ, ഓരോ ദിവസവും ആ ഒരു മനോഭാവത്തോടെ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ തന്നെ കുറച്ച് സമയം കർത്താവെ അവിടുത്തെ പാതപീഠത്തിൽ ഇരിക്കണം. പിന്നെ അതേ മനോഭാവത്തോടു കൂടി തന്നെ പല കാര്യങ്ങൾ, ശരിയാണ്, നമ്മൾ എഴുന്നേറ്റ് അവിടെ തന്നെ അങ്ങ് ഇരിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് വീട്ടിലെ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, നമുക്ക് ഓടിപ്പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എല്ലാം ശരി തന്നെ. പക്ഷെ എങ്കിലും മറിയത്തെ പോലെ നമ്മൾ ഓടി നടന്ന് വർക്ക് ചെയ്യേണ്ട വന്നാലും, മാർത്തയെ പോലെ ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട വന്നാൽ പോലും, എന്നാൽ മറിയത്തിന്റെ ആ ഒരു മനോഭാവത്തോടുകൂടി, ആ ഒരു സ്വസ്ഥതയോടെ, ഹൃദയത്തിൽ നിറഞ്ഞ സ്വസ്ഥതയോടെ കർത്താവിന്റെ കാൽക്കൽ ഇരിക്കുന്ന ആ ഒരു മനോഭാവത്തോടെ, കർത്താവെ എന്നോട് ജോലി തിരക്കിനിടയിൽ, ശരിയാണ്, ചിലപ്പോൾ നമ്മുടെ അടുക്കളയിൽ ജോലി തിരക്കായിരിക്കും, ചിലപ്പോൾ യാത്രയില് ആയിരിക്കും, ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കും, പല ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഒത്തിരി കോർഡിനേറ്റ് ചെയ്യുന്നു, ഒത്തിരി കാര്യങ്ങൾ പറയുന്നു. അതിന്റെ മധ്യത്തിലൊക്കെ കർത്താവെ എന്നോട് സംസാരിക്കണമേ. അതാ മറിയയുടെ ആറ്റിറ്റ്യൂഡ്. മറിയ മടി പിടിച്ചൊന്നും ചെയ്യാതിരുന്നു എന്നുള്ള കാര്യമല്ല, മറിച്ച് അവിടെ നമ്മളവിടെ വായിക്കുന്നത് സെർവിങ്ങിന് 40-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുവാണെങ്കിൽ, എന്റെ സഹോദരി മാർത്തയോ വളരെ ശുശ്രൂഷയിൽ കുടുങ്ങിയിട്ട് അടുക്ക വന്നു, കർത്താവെ എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് എന്നുള്ള വാക്ക് സെർവിങ് എന്ന് പറയുമ്പോൾ ഡയക്കുനിയോ എന്ന് പറഞ്ഞൊരു വാക്കാ. ഡീക്കൺ എന്നുള്ള വാക്കൊക്കെ അതിൽ നിന്ന് വരുന്നത്. വെയിറ്റ് അറ്റ് എ ടേബിൾ, ഓഫർ ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടു ഗസ്റ്റ്, സെർവിങ്, ഡയക്കുനിയോ എന്നുള്ള വാക്ക് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരുപക്ഷെ ഇവർ വരുമെന്ന് ആളൊക്കെ അയച്ച് നേരത്തെ പറഞ്ഞ് ഓൾറെഡി പ്രിപ്പയർഡ് ഒക്കെ ആയിരിക്കും. എന്നാൽ സെർവ് ചെയ്യുന്ന ആ ഒരു കാര്യം, സെർവ് ചെയ്യുന്ന കുക്കിംഗ് ഒക്കെ ഓഫ് കോഴ്സ് മറിയും കൂടെ ഒക്കെ ചേർന്നായിരിക്കും അവർ പക്ഷെ ചെയ്തത്. അവർ വരുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ പൂർത്തിയാക്കി കാണും. അവർ വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അവര് അടുത്ത നേരത്തേക്കുള്ള ഭക്ഷണം ക്രമീകരിച്ച് കാണും. പക്ഷെ സെർവ് ചെയ്യുന്ന കാര്യത്തിന് ഇവിടെ തന്നെ തനിക്ക് ഇട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മറിയം കർത്താവ് ഒന്നും ചെയ്യാതെ കർത്താവിന്റെ കാൽക്കലങ്ങ് ഇരുന്നാൽ മതിയല്ലോ, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ടല്ലോ അങ്ങനെയുള്ളൊരു ലാഘവത്തിന്റെ മനോഭാവമല്ല, മറിച്ച് കർത്താവിൽ നിന്ന് കേട്ട് ചെയ്യുവാൻ. കർത്താവിൽ നിന്ന് കേട്ടപ്പോൾ അവള് തന്നെ ഒരു വലിയ സുഗന്ധവ്യഞ്ജന ഭരണി, സ്വച്ഛ ജഡമാംസി തൈലം എന്നൊക്കെ നമ്മൾ യോഹന്നാൻ 11-ാം അധ്യായത്തിലും മർക്കോസ് 14-ാം അധ്യായത്തിലും മത്തായി 26-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ ഇതേ മറിയത്തെക്കുറിച്ച്, ഈ ബദനിയിലെ മറിയത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയും യേശു ക്രൂസിലേക്ക് പോകുന്നതിന്റെ ഏതാനും നാളുകൾ മുമ്പാണ്. യേശു ക്രൂസിലേക്ക് പോകുന്നതിന് ഏതാനും നാളുകൾ മുമ്പ് യേശുവിന് എപ്പോഴും വളരെ ഫീൽ ഫ്രീ അറ്റ് ഹോം ആയിട്ട്, എപ്പോഴും സ്വന്തം ഭവനത്തിൽ എന്നവണ്ണം കടന്നു വരാമായിരുന്ന ഒരു ഭവനമായിരുന്നു ഈ ബദനിയിലെ ഭവനം. നമ്മളുടെ ഭവനവും അങ്ങനെയാണോ? അവിടെ നമ്മൾ യോഹന്നാൻ 11-ല് ഈ ഗ്രാമത്തെക്കുറിച്ച് തന്നെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. യോഹന്നാൻ 11-ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ, ഈ യോഹന്നാൻ 11-ാം അധ്യായത്തിലാണ് ലാസറസിനെ വീർപ്പിക്കുന്നതും ഇവരുടെ സഹോദരനായ ലാസറസിനെ വീർപ്പിക്കുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ആ ഊരിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ നാടിനെ കുറിച്ച്, നാടിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ യോഹന്നാൻ 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. അവളുടെ ആ ഊരിന്റെ പേര്, ആ നാടിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ഇന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഇന്ന സഹോദരിയുടെ സ്ഥലം. ആദ്യം പറയുന്നത് മാർത്തയാണ് മൂത്തവൾ. എന്ന പരിശുദ്ധാത്മാവ് യോഹന്നാനിലൂടെ എഴുതുമ്പോൾ മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയിലെ ലാസർ ദിനമായി കിടന്ന കാര്യം പറയുന്നുണ്ട്. കർത്താവ് യെരുശലേമിലേക്ക്
ആ പെസഹ പെരുന്നാൾ ആചരിക്കാൻ വേണ്ടി കർത്താവ് പോവുകയാണ്. ആ യെരുസലേമിന് തൊട്ട് അടുത്തായിരുന്നു. ഈ 18-ാമത്തെ വാക്യത്തിൽ, ഇതേ അധ്യായത്തിന് 18-ാമത്തെ വാക്യത്തിൽ ബഥാനിയ യെരുസലേമിന് അരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. ഏകദേശം 3 കിലോമീറ്റർ ദൂരത്തായിരുന്നു. ഇത് യെരുസലേമിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരത്താണ്, ഒലിവ് മലയുടെ അടിവാരത്താണ് ഈ ബഥനി ഉള്ളത്. ഈ ബഥനി എന്നുള്ള ആ വാക്കിന്റെ അക്ഷരികമായ അർത്ഥം ഹൗസ് ഓഫ് മിസ്റ്ററി, ഹൗസ് ഓഫ് ഡേറ്റ്സ് എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാല് പ്രാരബ്ധങ്ങളുടെ ഭവനം എന്നാണ് ബഥനി എന്നുള്ള വാക്കിന്റെ അർത്ഥം. എന്നാൽ യേശുവിനെ ഇതുപോലെ സ്വീകരിച്ച നിമിത്തം ആ ബഥനി അക്ഷരികമായി ആത്മീയമായിട്ട് പറഞ്ഞാൽ അതൊരു ബഥേലായി തീർന്നു. ബഥേൽ എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ ഉൽപ്പത്തി 25 നമ്മൾ കാണുന്നുണ്ട്. യാക്കോബ് ദൈവഗൃഹം എന്നർത്ഥമുള്ള ബഥേൽ, ഏൽ എന്ന് പറയുമ്പോൾ ബഥേൽ, ദൈവത്തിന്റെ ഭവന, ഹൗസ് ഓഫ് ഗോഡ് എന്നുള്ളൊരു വാക്ക്. ആ ബഥനി ആത്മീയമായി പറഞ്ഞ ഒരു ബഥേലായി തീർന്നു. എന്തുകൊണ്ടാ? അവിടെ ഒരു സാക്രിഫിഷ്യലായിട്ടുള്ള, തന്റെ സ്വന്തം ഇഷ്ടത്തെ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അതാണ് മറിയം. അവളെ കുറിച്ച് പറയുന്നത് തന്നെ ഈ മറിയായിരുന്നു. എന്റെ 2-ാമത്തെ വാക്യം, നമ്മൾ യോഹന്നാൻ 11:2 വാക്യം, ഈ മറിയയുടെ ഐഡന്റിറ്റി എന്താണ്? ഈ ഒരാളെ കുറിച്ച് പറഞ്ഞ ഇന്നയാള്, അതേ ആ സക്കായി ഉണ്ടല്ലോ, അതേ ആ മരത്തിൽ കയറി കർത്താവിനെ കാണാൻ കയറിയ ആളതേ കർത്താവ് പിന്നെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചത് ആ സക്കായി എന്ന് പറയുന്നത് പോലെ പല പല മറിയമാരുണ്ട്. എന്നാൽ ഈ മറിയായിരുന്നു, യോഹന്നാൻ 11:2, ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത് എന്നൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത അധ്യായത്തില് മറിയം പരിമളതൈലം പൂശുന്നത് നമ്മൾ വായിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ഇപ്പോഴേ അത് പറയും, പരിമളം പൂശി ഇതെല്ലാം ചെയ്തവളായിരുന്നു. അവളുടെ ഐഡന്റിറ്റി തന്നെ, അവൾക്ക് വിലയുള്ളതെല്ലാം യോഹന്നാൻ 12-ാം അധ്യായത്തില് അവിടെ നമ്മൾ ഈ ഭവനത്തെ വീണ്ടും കാണുന്നു. കർത്താവിന്റെ ഇന്ന് നമ്മളൊരു ഭവനത്തിന്റെ ഒരു ഡെഡിക്കേഷൻ സെറമണിയിലായിരിക്കുമ്പോൾ, ഒരു ഭവനത്തെ കർത്താവിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് പറ്റും? അവിടെ കർത്താവിന് സെൻട്രൽ പ്ലേസ് മറിയം കൊടുത്തതുപോലെ ഒരു മധ്യസ്ഥാനം, കർത്താവിന് ഏറ്റവും പ്രമുഖ സ്ഥാനം. കർത്താവെ, അവിടുന്നാണ് എൻ്റെ ഹൃദയ സിംഹാസനത്തില്, ഈ വീട്ടിലെ കർത്താവെ അവിടുത്തെ ഹിതം മാത്രം നടക്കണം എന്നുള്ള ആ ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മളെ അതിന്റെ തൊട്ടടുത്ത അധ്യായം യോഹന്നാൻ 12-ന്റെ 3-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡാമാംസി. എന്ത് ഈ ജഡാമാംസി എന്നൊക്കെ പണ്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് നോക്കുമ്പോൾ ഈ നാർഡ് എന്ന് പറഞ്ഞൊരു, ജഡാമാംസി എന്ന് പറയുന്നത് ഒരു സുഗന്ധ വ്യഞ്ജനമാണ്. അത് ഈ പല പർവ്വതങ്ങളിലൊക്കെ ഉള്ള ആ സുഗന്ധ വ്യഞ്ജനത്തിന്റെ പേരാണ് സ്പൈക്ക് നാർഡ് എന്ന് പറഞ്ഞാൽ ഫ്രേഗ്രന്റ് ഓയിൻമെന്റ് ഓഫ് ദ ഏൻഷ്യൻസ്, എ ഹിമാലയൻ അരോമാറ്റിക് പ്ലാന്റ്. അതിന്റെ ആ പ്ലാന്റ്, ആ സസ്യത്തിന്റെ പേര് നാർഡോസ്റ്റാക്കിസ് ജഡാമാംസി എന്നാണ് അതിന്റെ ബൊട്ടാണിക്കൽ നെയിം. അങ്ങനെ ആ പേര് അങ്ങനെ ജഡാമാംസി ആയതുകൊണ്ട് നമ്മുടെ മലയാളത്തിൽ ജഡാമാംസി തൈലം എന്ന് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പ്യുവർ നാർഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ നാർഡ് എന്നുള്ളതിന്റെ വാക്കിന് ആ ചെടിയുടെ പേര് ആ ചെടിയിൽ നിന്ന് എടുത്തിട്ടുള്ള, അത് ഹിമാലയ പർവ്വതങ്ങൾ അതുപോലെയൊക്കെയുള്ള ഇടത്തു നിന്ന് എടുത്ത അതുപോലെ വലിയ വില കൂടിയ ഒരു തൈലം അവർക്ക് ആരോ സമ്മാനമായിട്ട് കൊടുത്തതോ, അത് ഏറ്റവും വിലയുള്ളതായിട്ട് ആ ഭവനത്തിൽ ഉണ്ടായിരുന്നത് അതായിരുന്നു. അപ്പം നിറയെ വിലയേറിയ എന്തെങ്കിലും ഡൂപ്ലി സാധനമല്ല, തന്റെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളത് കർത്താവിനായിട്ടങ്ങ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളത് ആരാ? നമുക്ക് ആരെ ഏറ്റവും ഇഷ്ടം? എനിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടം. അത് കഴിഞ്ഞാലോ? അത് കഴിയുന്നതേ ഇല്ലല്ലോ എന്ന് ആരോ കുഞ്ഞുണ്ണി മാഷ ആരോ പറഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ ജോജി പേർമൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്ക് ആരെ ഏറ്റവും ഇഷ്ടം? എനിക്ക് എന്നെ തന്നെ ഇഷ്ടം. അത് കഴിഞ്ഞാലും അത് കഴിയുന്നേ ഇല്ല. എനിക്ക് എന്നെ തന്നെ ആത്യന്തികമായിട്ടങ്ങ് ഇഷ്ടം. അപ്പോ എന്നെ തന്നെ യാഗമായിട്ട്, ജീവനുള്ള യാഗമായിട്ട്, അതാ ഏറ്റവും വിലയേറിയ സ്വച്ഛ ജഡാമാംസി തൈലം ഒരു റാത്തലെടുത്ത്, അതുപോലെ നല്ലൊരു ക്വാണ്ടിറ്റി എടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. അപ്പൊ എന്ത് പറ്റി? തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഇവിടെ ഇന്ന് ഈ വീട്, ഈ തൈലത്തിന്റെ, നമ്മൾ ഓരോരുത്തരും ഈ വീട്ടിൽ വസിക്കുന്നവര് എസ്പെഷ്യലി നമ്മളുടെ ജീവിതത്തില് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ള കർത്താവെ, എൻ്റെ ഇഷ്ടങ്ങളെല്ലാം കർത്താവെ എന്നെ തന്നെ ജീവനുള്ള യാഗമായിട്ട് കർത്താവെ ഞാൻ താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മെ തന്നെ യാഗമായിട്ട് സമർപ്പിക്കുവാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയും. ജഡമാംസി തൈലം പൊട്ടിച്ചൊഴിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ബ്രോക്ക് ദ വൈൽ, പൊട്ടിച്ചൊഴിക്കുമ്പോൾ കുപ്പിച്ചിലൊക്കെ കാണും. അപ്പോൾ മാർത്ത അവിടെ നിന്നോട് വഴക്ക് പറഞ്ഞാണോ, നിനക്ക് അല്ലെങ്കിൽ ഈ കുപ്പിച്ചിലൊക്കെ ആക്കിയിട്ട് ഞാനാണ് ഇത് തോർത്ത് വരണ്ടെന്നൊക്കെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചോദിച്ചു കാണും. പക്ഷെ അവളുടെ ആ ക്രൂരമായ നോട്ടത്തെ ഒന്നും വകവെക്കാതെ എൻ്റെ കർത്താവിന് പ്രിയമായിട്ടുള്ളത് ചെയ്യുവാനായിട്ട്, ശരിയാണ് ചിലപ്പോൾ
നമുക്ക് ചില കാര്യങ്ങൾ കർത്താവിനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരുടെ ഒരു നീരസവും കാര്യങ്ങളൊക്കെ കാണാം. അവിടെ തന്നെ യൂദാസ് ഇസ്കേരിയോത്ത് കിടന്ന് ബഹളം വെക്കുന്ന കാര്യമൊക്കെ തൊട്ട് താഴെ നമ്മൾ വായിക്കുന്നുണ്ട്. ബാക്കിയുള്ള കുറച്ച് ശിഷ്യന്മാരും കൂടെ അതിൽ വശംവദരായി പോയി എന്നുള്ള കാര്യവും നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ശരിയാണ്, ഞാൻ എൻ്റെ കർത്താവിന് ചെയ്ത, കർത്താവിന്റെ ഇഷ്ടം ചെയ്തത്, ലീവ് ഹെർ അലോൺ എന്ന് കർത്താവ് നമ്മൾ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുകയാണെങ്കിൽ ലെറ്റ് ഹെർ അലോൺ, അതായത് 7ാമത്തെ വാക്യത്തിൽ യേശു അവളെ വിടുക, ആ ഒറ്റ വാക്കുകൊണ്ട് എല്ലാവരുടെ വായടഞ്ഞു പോയി. യൂദാസ് ഇസ്കേരിയോത്തെയൊക്കെ നാവ് ഇറങ്ങിപ്പോയി. എൻ്റെ ശവസംസ്കാരത്തിനായി അവളിത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. നമ്മളെ നീതീകരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഒരു പക്ഷേ കർത്താവ് അങ്ങനെ ആസനത്തിലായിരിക്കും, അങ്ങ് സ്വർഗനായാസനത്തിലായിരിക്കുമ്പോഴായിരിക്കും നമ്മളെ നീതീകരിക്കുന്നത്. ഒരു പക്ഷേ ഇവിടെ തന്നെ നമ്മളെ നീതീകരിക്കുമായിരിക്കും. പക്ഷെ എങ്കിലും നമ്മള് കർത്താവ് നമ്മളുടെ കൂടെ ഉണ്ട്. നമ്മൾ കർത്താവ് ഇഷ്ടം ചെയ്ത നമുക്കെതിരായിട്ട് വരുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. നമ്മളുടെ നീതീകരണം കർത്താവിൽ നിന്നാണ്. ദാസന്മാരുടെ നമുക്ക് ആ വാക്യം അറിയാം, 54-ാം സങ്കീർത്തനം, യെശയ്യാവ് 54-ാമത്തെ അധ്യായം, യെശയ്യാവ് 54-ന്റെ അവസാനത്തെ വാക്യം, യെശയ്യാവിന്റെ ഒരു വാക്യം കൂടി പിന്നെ നമുക്ക് വായിക്കാം. യെശയ്യാവ് 54-ന്റെ 17 നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. എത്ര വലിയ ആശ്വാസമാണ്. നമുക്ക് വിരോധമായിട്ട് ഇനി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുകയോ ചെയ്യുകയോ ചെയ്താലും ഒന്നും നമ്മൾ ഈ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലെ മധ്യത്തില്, കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാമായിട്ട് അവരോധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട് കർത്താവിന്റെ സുഗന്ധ തൈലത്താൽ നിറയും, പരിശുദ്ധാത്മ നമ്മളിൽ ഒന്ന് നിറയും. ആ പാത്രം, മൺപാത്രം അത് ഉടയ്ക്കപ്പെടുമ്പോൾ അതിന്റെ തൈലം ഈ വീട് മുഴുവനും നിറയും. അങ്ങനെ ആവുമ്പം അങ്ങനെ കർത്താവിന്റെ ദാസിയായിട്ട് തീരുന്ന ഒരാളുടെ അവകാശമാണ്, നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല, ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശമാണത്. എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ, വിൻഡിക്കേഷൻ. കർത്താവിനത് വിൻഡിക്കേഷൻ ഇസ് ഫ്രം മീ, അവരുടെ നീതിയും ഇത് തന്നെ. ആരാ നമ്മൾ വിൻഡിക്കേറ്റ് ചെയ്യുന്നേ? അവിടെ മറിയ ഒന്ന് ഞാൻ എന്നാലും ഇങ്ങനെ ചെയ്തേ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് മറിയ കിടന്ന് ന്യായീകരിക്കാനൊന്നും പോയില്ല. എന്നാൽ കർത്താവ് അവൾക്കായിട്ട് ശബ്ദിച്ചു. യഹൂദയുടെ സിംഹത്തിന്റെ ഒരു അലർച്ച, ഗർജനം. യഹൂദയുടെ സിംഹമായ കർത്താവ് നമുക്ക് വേണ്ടി ശബ്ദിക്കേണ്ട സമയത്ത് കർത്താവ് ശബ്ദിക്കും. എന്നാൽ നമ്മള് മറിയത്തെ പോലെ അങ്ങ് താഴ്ത്തി ഏൽപ്പിച്ചാൽ മതി. യെശയ്യാവ് ഒരു വാക്യം കൂടി യെശയ്യാവിന്റെ ഇത് വായിക്കാന്ന് പറഞ്ഞിട്ട് 48-ാം അധ്യായത്തില് യെശയ്യാവ് 48-ന്റെ 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ അവിടെ ഈ ഒരു സമാധാനത്തിന്റെ നദിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഇതേ കാര്യം തന്നെ പറയുന്നത്. യെശയ്യാവ് 48-ന്റെ 18-ാമത്തെ വാക്യം, അയ്യോ നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ, നീ എന്റെ കൽപ്പനകൾക്ക് കീഴടങ്ങി തന്നെങ്കില്, കേട്ടനുസരിച്ചെങ്കില്, നീ നിന്റെ സ്വന്തം ഇഷ്ടത്തെ മാറ്റിവെച്ച് എന്റെ കൽപ്പനകള്, എന്റെ വചനത്തെ അതിനായിട്ട് നീ നിന്നെ തന്നെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു എന്നുള്ളൊരു കാര്യം. സമാധാനമാ നദിയുടെ തോടുകളൊക്കെ, ദൈവനഗരത്തെ സന്തോഷിപ്പിക്കുന്ന നദിയുടെ തോടുകള് നമ്മളുടെ കർത്താവിന്റെ കൽപ്പനയ്ക്കായിട്ട്, കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട്, കർത്താവിന്റെ കൽപ്പന, കർത്താവിന്റെ ഇഷ്ടം, കർത്താവിന്റെ വചനം, അത് മാത്രം ഉള്ളൂ ഈ ഭവനത്തിൽ നടക്കാൻ പാടുള്ളൂ. കർത്താവേ, അതിനായിട്ട് ഞാൻ എന്നെ തന്നെ ഈ ഭവനത്തെ സമർപ്പിക്കുന്നു. നമ്മൾ ഓരോരുത്തരുടെയും ഭവനത്തെ, നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ഭവനത്തെ നമ്മൾ അതുപോലെ സമർപ്പിക്കണം. എന്റെ ഇഷ്ടം മാത്രം കർത്താവേ, എന്റെ ഇഷ്ടമല്ല, കർത്താവിന്റെ ഇഷ്ടം മാത്രം ഈ ഭവനത്തിൽ നടക്കണം. അങ്ങനെ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു, നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ച് ലൂക്കോസ് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ലൂക്കോസ് 10-ാം അധ്യായത്തില് കർത്താവിന്റെ കാൽക്കലിരുന്ന് കേട്ട മറിയെ നമ്മൾ കാണുന്നു. അതിന്റെ 2 അധ്യായം മുമ്പേയും കർത്താവിന്റെ കാൽക്കലിരുന്ന് കേട്ട ഒരാളെ നമ്മൾ കാണുന്നുണ്ട്, പരിചയമുണ്ട്. ലൂക്കോസ് 8-ാം അധ്യായത്തില് അതിന് 35-ാമത്തെ വാക്യത്തിൽ ഒരാൾ കർത്താവിന്റെ കാൽക്കലിരുന്നു. അത് ആരാന്ന് ചോദിച്ചാൽ ഭൂതങ്ങൾ വിട്ടുപോയ ഒരു മനുഷ്യൻ. സംഭവിച്ചത് കാണുവാൻ, ലൂക്കോസ് 8-35 സംഭവിച്ചത് കാണുവാൻ അവർ പുറപ്പെട്ട് യേശുവിന്റെ അടുക്കൽ വന്നു. ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. അപ്പോൾ അവിടെ ഭൂതഗ്രസ്തരായ 2 മനുഷ്യരുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ഒരു സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ബാക്കി സുവിശേഷത്തില് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ എടുത്ത് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ അവനാണ് യഥാർത്ഥത്തിലുള്ള മാനസാന്തരം ഉണ്ടായത്. അവനാണ് പിന്നീട് കർത്താവിന്റെ സാക്ഷിയായിട്ട് ആ സ്ഥലത്തേക്ക് പോയതായിട്ടൊക്കെ നമ്മൾ അതിന് 39-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. ബാക്കി പന്നിയൊക്കെ ചത്തതുകൊണ്ട് അവിടുത്തെ ആൾക്കാരൊക്കെ കർത്താവിനെ അങ്ങോട്ട് കയറ്റി വിട്ടില്ല. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നീ ചെന്ന് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും പറയുന്ന കാര്യമൊക്കെ നമ്മൾ 39-ാമത്തെ വാക്യത്തിൽ
നമ്മളവിടെ വായിക്കുന്നുണ്ട്. ദൈവം ചെയ്തതൊക്കെയും അറിയിക്കുക എന്ന് 39ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. അവൻ പോയി ആര് ചെയ്തതൊക്കെ അറിയിച്ചു? യേശു തനിക്ക് ചെയ്തതൊക്കെ ഈ പട്ടണത്തിൽ എല്ലായിടത്തും അറിയിച്ചു. അവന് മനസ്സിലായി എന്ത്? യേശു ദൈവമാണെന്ന് അവന് മനസ്സിലായി. ആ ഒരു ആ ഒരു ആ ഒരു വെളിപ്പാട് അവന് കിട്ടാൻ കാരണം എന്തായിരുന്നു? ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ വലിയ പണ്ഡിതന്മാർക്കും വലിയ വലിയ ശാസ്ത്രിമാർക്കും ഒന്നും കിട്ടാത്ത വെളിപ്പാട് അവര് യേശുവിനെ ബെൽസബൂൽ എന്ന് വിളിച്ചപ്പോൾ, ഭൂതങ്ങളുടെ തലവനായ പിശാചാണ് ഇവനെന്ന് പരീശന്മാര് പറഞ്ഞപ്പോൾ, ഈ ഭൂതങ്ങളൊക്കെ ബാധിച്ചിരുന്ന ഈ മനുഷ്യൻ ഭൂതങ്ങളൊക്കെ വിട്ടുപോയ ഉടനെ രണ്ടുപേരും ഭൂതങ്ങൾ വിട്ടുപോയെങ്കിലും ഒരുവൻ കർത്താവിന്റെ കാൽക്കലിരുന്നു. അതാ നമ്മൾ 8:35 വായിച്ച്. മറിയം കർത്താവിന്റെ കാൽക്കലിരിക്കുന്നതിന് മുമ്പേ, ലൂക്കോസ് 10:39 മറിയം കർത്താവിന്റെ കാൽക്കലിരുന്നെങ്കിൽ ലൂക്കോസ് 8:35 രണ്ടധ്യായം മുമ്പേ കർത്താവിന്റെ കാൽക്കലിരുന്ന് രൂപാന്തരപ്പെട്ട ഒരു എക്സ് ഭൂതഗ്രസ്തൻ, അല്ലെ? നമ്മള് എക്സ് മിലിറ്ററി എന്നൊക്കെ പറയുന്നത് പോലെ നേരത്തെ ഭൂതം ബാധിച്ചിരുന്ന സഹോദരൻ, അദ്ദേഹത്തെ നമുക്ക് സ്വർഗത്തിൽ കാണാൻ പറ്റുമല്ലോ. അദ്ദേഹം ഈ ബാക്കിയുള്ളവരുടെയൊക്കെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ചെയ്തതെന്ന് നീ ആരോടും പറയരുത് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ രൂപാന്തരം ഒന്നും ഉണ്ടായില്ല. അവരെന്തെങ്കിലും ചെന്ന് പറഞ്ഞാൽ യേശുവിനെ ഒരു മിറക്കിൾ വർക്കറായിട്ട്, ഒരു അത്ഭുത രോഗശാന്തി ചെയ്യുന്ന ഒരു മജീഷ്യനെ പോലെ യേശുവിനെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. പുനരുദ്ധാനത്തിന്റെ ശക്തി വന്നതിന് ശേഷം ശിഷ്യന്മാര് ചെന്ന് പറഞ്ഞാൽ മതി എന്ന് കർത്താവ് പറയുന്നുണ്ട്. എന്നാ ഇവനോട് കർത്താവ് ഇപ്പോഴേ അങ്ങ് പറയുക. അതിന്റെ കാരണം കർത്താവിന് അങ്ങോട്ട് പ്രവേശനമില്ല. അത് മാത്രമല്ല, പക്ഷേ അവന് രൂപാന്തരം ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ കർത്താവ് പറയത്തില്ലായിരുന്നു ചെന്ന് പറയാൻ. പക്ഷെ അവന് അതുപോലെ കർത്താവിന്റെ കാര്യത്തിലിരുന്ന് രൂപാന്തരം ഉണ്ടായതുകൊണ്ട് അവനെ ഒരു സാക്ഷിയായിട്ട് അയക്കുവാന്, കർത്താവിന്റെ ഒരു സാക്ഷിയായിട്ട് അവിടെ പെന്തക്കോസ്ത് നാളിലൊക്കെ അവര് സാക്ഷിയായിട്ട് എഴുന്നേറ്റ് ലോകത്തിൽ എമ്പാടും സാക്ഷിയായിത്തീരുന്നൊക്കെ പറഞ്ഞെന്ന് അതിനൊക്കെ എത്രയോ മുമ്പ് ഇവനെ സാക്ഷിയായിട്ട് കർത്താവിന്റെ വാക്കിന്റെ ബലത്താൽ അവന് മലയിറക്കാൻ പോകുന്നത് പോലെ പോകുന്ന ഒരു രംഗം നമ്മളവിടെ കാണുന്നുണ്ട്. തിരിച്ച് നമ്മൾ ലൂക്കോസ് 10 വരുമ്പോൾ, ലൂക്കോസ് 10 നമ്മൾ തുടങ്ങിയത്. ലൂക്കോസ് 10 തന്നെ അതേ അധ്യായത്തിൽ തന്നെ ഒരു ഭവനത്തെ കുറിച്ചുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് നമുക്ക് പിന്നെ ഹൗസ് ഡെഡിക്കേഷൻ പ്രയറിലോട്ടൊക്കെ നമുക്ക് പോകാം. അതിന്റെ 6ാമത്തെ വാക്യം, ലൂക്കോസ് 10:38 വാക്യത്തിലാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. അതേ അധ്യായത്തിൽ തന്നെ ഒരു വീട്ടിലെ കാര്യം പറയുന്നുണ്ട്. അവിടെ അത് ഒരു വീട്ടില് അത് 5ാമത്തെ വാക്യം കൂടെ വായിക്കാം. കർത്താവ് തന്നെ ശിഷ്യന്മാരെ രണ്ടായിട്ട് പറഞ്ഞു വിടുക. ഏത് വീട്ടിലെങ്കിലും ചെന്നാല് ഈ വീടിന് സമാധാനം എന്ന് ആദ്യം പറയുന്നു. ദൈവത്തിന്റെ മക്കള് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. മത്തായി 5:9. ദൈവത്തിന്റെ മക്കൾ എന്നുള്ള ട്രാൻസ്ലേഷൻ തെറ്റാണ്, ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അവിടെ അപ്പോൾ ഈ സമാധാനത്തിന്റെ ഒരു അനുഗ്രഹം നമ്മളെ ഒരു ഭവനത്തില് ഇന്ന് സമാധാനത്തിന്റെ അനുഗ്രഹമായിട്ടാണ് കർത്താവിന്റെ സഭയായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. കർത്താവിന്റെ സമാധാനത്തിന്റെ അനുഗ്രഹം ഇന്ന് ഈ ഭവനത്തിന് മേലെ നമ്മൾ പറഞ്ഞിട്ട് പോവുകയാണ്. എന്നാ അത് അവിടെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ പോകുന്നവരുടെ കൂടെ അങ്ങ് തിരിച്ചു പോവാതിരിക്കുക. സമാധാനത്തിന് അനുഗ്രഹം കാർ സ്റ്റാർട്ട് ചെയ്ത് ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നവരുടെ കൂടെ അങ്ങ് പോവാതിരിക്കണമെങ്കിൽ അവിടെ ഒരു സമാധാന പുത്രനോ പുത്രിയൊക്കെ ഉണ്ടാകണം. അല്ലെങ്കിൽ അവിടെ ഒരു സമാധാന പുത്രൻ, എ മാൻ ഓഫ് പീസ്, ഒരു സമാധാനത്തിന്റെ മനുഷ്യൻ, ഒരു സഹോദരൻ, ഒരു സഹോദരി ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കില്ലെങ്കിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അത് സഭ ആയിട്ട് സഹോദരങ്ങൾ അങ്ങ് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ആ സമാധാനം അങ്ങ് പോകും. ബാക്കി എപ്പോഴും ടെൻഷനും അസമാധാനവും പ്രശ്നങ്ങളും. പക്ഷേ ഇവിടെ ഒരു സമാധാനത്തിന്റെ പുത്രി ഉണ്ടെങ്കിൽ കർത്താവേ, അവിടുത്തെ സമാധാനം, ആ മറിയം സ്വസ്ഥതയോടെ സമാധാനത്തോടെ അവിടുത്തെ കാലത്തിലിരുന്ന് കേട്ടതുപോലെ അവിടത്തേക്ക് ജീവിതത്തിന്റെ 1ാം സ്ഥാനം കർത്താവെ ആ മറിയം കൊടുത്തതുപോലെ എനിക്ക് ഏറ്റവും വിലയുള്ളതായിട്ടുള്ള ആ കർത്താവെ ആ സുഗന്ധ വ്യഞ്ജന ഭരണി, ആ സ്വച്ഛ ജഡാമാംസി തൈലം, അതെല്ലാം പൊട്ടിച്ചൊഴിച്ചതുപോലെ കർത്താവിനെ എല്ലാത്തിലും വിലയുള്ളവനായിട്ട് കണ്ട് കർത്താവിന് എല്ലാമായിട്ട് ആരാധനയായിട്ട് തന്നെ സമർപ്പിച്ച ആ മറിയത്തെ പോലെ ഇന്ന് സമർപ്പിക്കുന്ന ഒരു സഹോദരി, രണ്ട് സഹോദരിമാരും, ഇവിടെയുള്ള 2 സഹോദരിമാരും ആ ഒരു സമർപ്പണത്തിലേക്ക് വരുമെന്നാണ് നമ്മളുടെ പ്രാർത്ഥനയും വിശ്വാസവും. അങ്ങനെ സമാധാനത്തിന് പുത്രന്മാർ ഇവിടെ ഉണ്ടായിരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആ സമാധാന ഈ ഭവനത്തിൽ വസിക്കും. കർത്താവിന് ഇവിടെ ദ ലോർഡ് ക്യാൻ ഫീൽ അറ്റ് ഹോം. സ്വന്തം ഭവനത്തിൽ എന്ന പോലെ എന്ന് നമ്മൾ പറയുന്നൊരു പ്രയോഗമുണ്ട്, ഫീൽ അറ്റ് ഹോം. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാ വീട്ടിലും നമുക്ക് ചിലപ്പോൾ ഒരു അപരിചിതത്വം തോന്നുന്ന അതുപോലെ നമ്മളെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ, നമ്മളെ അതുപോലെ അറിയുന്നവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് സ്വന്തം വീട് പോലെ തോന്നുന്നു എന്ന് പറയുന്നതുപോലെ കർത്താവ് ഈ ഭവനത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ഇതൊരു അപരിചിത ഭവനമായിട്ട് മാറാതെ കർത്താവിന്റെ സ്വന്തം ഭവനമായിട്ടായിത്തീരുമെന്നൊക്കെ വേണം. ഇവിടെ ഈ ദേശത്ത്, ഇവിടെ ഈ തട്ടാരമ്പലം കഴിഞ്ഞുള്ള ഈ സ്ഥലത്തിന്റെ പേരെന്താ സിസ്റ്ററെ? ലൊക്കാലിറ്റി
തുമ്പിനകത്ത്, ഈ തുമ്പിനകത്ത് ഈ പ്രദേശത്ത് കർത്താവിന് ഈ ഒരു ഭവന ദൈവം ഇവിടെ കർത്താവ് പ്രിയ സഹോദരങ്ങൾക്ക് ദാനമായിട്ട് കൊടുത്തിരിക്കുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം ഇവിടെ തങ്ങണം. അതിനായിട്ട് നമ്മളിപ്പം സഭയായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അതുപോലെ നമ്മെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിച്ച് കർത്താവിൻ്റെ പരിമള തൈലം പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവജല നദി നമ്മളിൽ ഒന്ന് നിറഞ്ഞ് ഈ ഭവനത്തിലൊരു അനുഗ്രഹമായിട്ട് തീരട്ടെ. ഭവനത്തിലെ അനുഗ്രഹമായിട്ട് അത് എന്നേക്ക് നിത്യകാലത്തോളം കർത്താവിൻ്റെ വരവും വരെയും ആയുഷ്കാലമൊക്കെയും ഇവിടെ തങ്ങട്ടെ. നമ്മൾ സഭയായിട്ട് ഈ പ്രിയ കർത്താവ് തന്ന ഈ പ്രിയ ഭവനത്തെയും സഹോദരങ്ങളെയും കർത്താവിന് തിരക്കറിയും കർത്താവിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു, കർത്താവിന് തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കും. അതാ ഭാവം, അതാ സമർപ്പണം. നമുക്ക് നമ്മുടേതായിട്ടൊന്നുമില്ല, കർത്താവ് തന്നതാ ദാനമായിട്ട്. അത് കർത്താവിനെ തന്നെ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ സഭയായിട്ട് അത് പ്രാർത്ഥിക്കുമ്പോൾ വേറെ ലീഡ് ചെയ്ത് ഈ ഭവനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദൈവമേ സുക്രിസ്ത പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്ന നന്മകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പ്രിയപ്പെട്ട ദാസികൾക്ക് ഒരു ഭവനം ചമച്ച് താമസിക്കുവാനായിട്ട് അവിടുന്ന് വേണ്ട ക്രമീകരണം ചെയ്തു കൊടുത്തല്ലോ. അവിടുത്തെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യും. ലോകത്തിലുള്ളവര് വളരെ അധ്വാനിച്ചാണ് ഇക്കാര്യങ്ങളൊക്കെ നേടുന്നത്. എന്നാൽ കർത്താവെ, അവിടുന്ന് അവർക്കൊരെണ്ണം കൊടുത്തല്ലോ. അവിടുത്തെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് എത്ര മനോഹരമായിട്ട് അവിടുന്ന് ഞങ്ങളെ നടത്തുന്നു. കർത്താവെ, അനാഥർക്കും വിധവകൾക്കും യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ ആശ്വസിപ്പിക്കും. കർത്താവെ, ഞങ്ങളുടെ ആശ്വാസം എല്ലാം അങ്ങിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ലഭിക്കണം. മനുഷ്യന്റെ അല്ല, വേറെ ഇങ്ങൊന്നുമല്ല. കർത്താവെ, കർത്താവിൽ നിന്ന് തന്നെ ലഭിക്കാൻ തക്കോണം ഞങ്ങൾക്ക് ഇടയാക്കി തീർക്കണമേ. അവിടുന്ന് ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. ഈ സഹോദരിമാരെ അവിടെ വളരെയധികം സ്നേഹിക്കുന്നു. അതിന്റെ ഒരു ഫലമായിട്ടാണ് ഈ ഭവനം അവിടുന്ന് കൊടുത്തിരിക്കുന്നത്. കർത്താവെ, അതുകൊണ്ട് ആ സഹോദരിമാര് വളരെ താല്പര്യത്തോടെ കർത്താവിന്റെ പാദത്തിലിരുന്ന് കേൾക്കുവാനും ആ കേൾക്കുന്നതനുസരിച്ച് അവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാനും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ. ഒരു ദുഷ്ടന്റെയും കണ്ണിൽ അവരെ പെട്ടുപോകരുത്. അവിടുന്ന് അവരെ ആശ്വസിപ്പിക്കണം. അവിടുന്ന് അവരെ സഹായിക്കണം. അവിടുത്തെ കൃപ അവർക്ക് വേണം. കർത്താവേ, ഞങ്ങള് അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാജാവേ, അവരെ അവിടുന്ന് അനുഗ്രഹിച്ച് സഹായിച്ചാട്ടെ. അവരുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിച്ചാട്ടെ. എല്ലാ വഴികളിലും അവിടുന്ന് കാവൽ ചെയ്താട്ടെ. കർത്താവെ, ആകാത്ത ഒരു വഴിയിലേക്കും പോകുവാനായിട്ട് ഇടയാകരുത്. കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് ഓടുവാൻ തക്കൊണ്ണം അവിടുന്ന് സഹായിച്ചാട്ടെ. സകല മഹത്വോട് എടുക്കണമേ. അതെ കർത്താവെ, സകല മഹത്വോട് എടുക്കണമേ. അവിടുത്തെ കൃപ ഈ ഭവനത്തോടു കൂടെ ഇരിക്കണമേ. അവിടുത്തെ കൃപ ഈ ഭവനത്തിൽ വസിക്കും. ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിച്ചാട്ടെ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ നിർത്തിയാട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക് തരാം. ആവശ്യങ്ങളൊക്കെയും പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കന്യോട് കേൾക്കുമാറാകണമേ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാൻ കൊണ്ടുപോയുള്ളൂ എന്നാണ് പാടാൻ പോകും. നമ്മള് ആത്മാവിൽ വഹിച്ച് ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നന്ദിയോട് നമ്മൾ പാടുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും കർത്താവ് എത്ര നന്മകൾ ചെയ്തു, അവിടുന്ന് നമ്മെ എത്രത്തോളം കൊണ്ടുവന്നല്ലോ, അവിടുന്ന് ഇത്ര അത്ഭുതമായിട്ട് എന്നെ കരുതുവാൻ ഞാനും എൻ കുടുംബം എന്തുള്ളൂ എന്ന് നമ്മൾ തുടർന്ന് പാടുന്നേ. കർത്താവ് നമ്മളെ നടത്തിയ വഴികളെ നമുക്ക് ഓർക്കാം. അവിടുന്ന് നമ്മളുടെ കൂടെ ഇരുന്ന വിധങ്ങളെ ഓർക്കാം. ഈ പ്രിയ ഭവനം കെട്ടിപ്പടുക്കുന്നതിലുള്ള ആ കഷ്ടപ്പാടുകളൊക്കെ, അതൊരു ഭവനം അതിൻ്റെ പ്രാരംഭം മുതൽ അത് ഒരു നിലയിലെത്തിക്കാൻ വലിയ അധ്വാനം, വലിയ ചിലവും അധ്വാനവും കാര്യങ്ങളും എല്ലാം വേണം. ഒത്തിരി ആൾബലവും എല്ലാ കാര്യങ്ങളും എല്ലാം വേണം. എന്നാൽ കർത്താവ് നമ്മളെ ഇത്രത്തോളം, കർത്താവ് ഈ പ്രിയ സഹോദരിയെ
മേരി സിസ്റ്ററെ, ആശയെ എത്രത്തോളം നടത്തി. ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിക്കുവാൻ കർത്താവേ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ആ ഒരു നമ്മളുടെ ആ യോഗ്യതയാണല്ലോ കർത്താവിൻ്റെ മുമ്പാകെ ഒരു യോഗ്യതയായിട്ടുള്ളത്. നമുക്ക് ആ ഒരു നമ്മളുടെ അയോഗ്യത കർത്താവിൻ്റെ മുമ്പാകെ നമ്മളുടെ അയോഗ്യത സമ്മതിച്ചുകൊണ്ട് കർത്താവെ അവിടുന്ന് മാത്രം യോഗ്യൻ ഇത്രത്തോളം കൊണ്ടുവന്നതിന് കർത്താവെ ഞാൻ നന്ദി പറയുന്നു എന്നുള്ള ഹൃദയത്തോടെ ഈ പ്രിയ കുടുംബത്തോട് ചേർന്ന് ഒരാത്മാവിൽ നമുക്ക് ചേർന്ന് പാടാം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിക്കാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിക്കാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. നമുക്ക് നമ്മുടെ യോഗ്യതയായിട്ട് തന്നെ കർത്താവിന്റെ മുമ്പാകെ എന്ന് പറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രത്തോടെ കർത്താവിന്റെ മുമ്പാകെ ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ഈ ഭവനത്തെ കർത്താവിൻ്റെതായിട്ട് ഏറ്റെടുത്തു എന്നുള്ള ഒരു വിശ്വാസത്തോടെ നമുക്ക് എല്ലാവർക്കും കർത്താവിനെ ശബ്ദമുയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. പ്ലീസ് സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ. നന്ദി യേശുവേ, നന്ദി. ഹല്ലേലൂയ, നന്ദി കർത്താവേ. അവിടുന്ന് ഏറ്റെടുത്തതിനെ ഓർത്തി ഭവനെ ഏറ്റെടുത്തതിനായിട്ട് നന്ദി പറയുന്നു. അവിടുത്തെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. പ്രൈസ് യു, ബി എക്സോൾട്ടഡ്, ബി മാഗ്നിഫൈഡ് ഇൻ ദിസ് ലാൻഡ്, ഹീൽ ദിസ് ലാൻഡ്. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. നന്ദി യേശുവേ, നന്ദി പിതാവേ. അവിടത്തേക്ക് കർത്താവേ ഇത്ര മനോഹരമായിട്ട് ഈ കാര്യങ്ങളെ ചെയ്യുവാൻ അവിടത്തേക്ക് പ്രസാദമായിരുന്നു ഓർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അവിടുന്ന് ആദ്യം കൂടെ ഇരുന്നു, ഇനിയും കർത്താവേ ആയുഷ്കാലമൊക്കെയും കൂടെ ഇരിക്കുന്ന ഞങ്ങളുടെ നല്ല ഇടയൻ, നന്മയും പ്രസാദവും എല്ലാം കർത്താവേ, നന്മയും കരുണയെല്ലാം നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങളെ പിന്തുടരുമെന്ന് കർത്താവേ ആ സങ്കീർത്തനം 23:6 ഞങ്ങൾ വായിക്കുന്നത് പോലെ ഞങ്ങൾ അങ്ങേ പിന്തുടരുമ്പോൾ, ഞങ്ങൾ ഞങ്ങളുടെ നല്ല ഇടയന്റെ പിന്നാലെ പോകുമ്പോൾ, ആ ഇടയന് ഞങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനം കൊടുക്കുമ്പോൾ കർത്താവേ നന്മയും കരുണയും എല്ലാം ആയുഷ്കാലമൊക്കെയും ഞങ്ങളെ പിന്തുടർന്ന് വരുമല്ലോ.
അത് അവിടുത്തെ വാഗ്ദത്തമായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. ഈ പ്രിയ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്നതായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ കുടുംബത്തോടൊപ്പം ഈ സഹോദരിമാരോടൊപ്പം കർത്താവേ ഞങ്ങളും അങ്ങേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു കർത്താവേ. അവിടുന്ന് ദാനമായിട്ട് കൊടുത്ത ഈ ഭവനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന അവിടുത്തെ സാന്നിധ്യത്താൽ അവിടുന്ന് ഈ കർത്താവേ കുടുംബത്തെ നിറച്ചാട്ടെ, ഈ ഭവനത്തെ നിറച്ചാട്ടെ കർത്താവേ. അവിടുന്ന് കൈപ്പണിയായിട്ടുള്ള മന്ദിരത്തിൽ വസിക്കുന്നവനല്ല, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ കൂട്ടായ്മയിലും വസിക്കുന്നവരാണെങ്കിലും കർത്താവെ കുടുംബത്തിൽ അവിടുത്തെ സാന്നിധ്യത്താൽ അങ്ങ് നിറയ്ക്കണം കർത്താവെ. ഈ പരിസരത്തെ കർത്താവെ അവിടുന്ന് കാവലായിട്ട്, അവിടുന്ന് കർത്താവെ തീമതിലായിട്ട്, അഗ്നിമതിലായിട്ട് കർത്താവെ ഇവിടുന്ന് കർത്താവെ അവിടുന്ന് കർത്താവെ കാവലായിട്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്നാണ് ഞങ്ങളുടെ മധ്യത്തിലെ മഹത്വവും ഞങ്ങളുടെ ചുറ്റും തീമതിലായിരിക്കുന്നതെന്ന് സെഖരിയാവ് 2:5 ഞങ്ങൾ വായിക്കുന്നത് പോലെ ആ വാഗ്ദത്വം ഞങ്ങൾക്കുള്ളതാണല്ലോ, ഈ പ്രിയ സഹോദരങ്ങൾക്കുള്ളതാണല്ലോ. അവര് ഈ ദേശത്ത് കർത്താവെ വളരെ അപരിചിതരും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവിടുന്ന് ഉണ്ട്. അതെ കർത്താവെ, ഞങ്ങള് സഭയായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യമാണ് അവരെ ഉള്ളത് കർത്താവെ. ദുഷ്ടന്റെ കണ്ണിൽപ്പെടാതെ, കർത്താവെ ദുഷ്ടന്മാരുടെ ആലോചനയിൽ പെടാതെ കർത്താവെ അവിടുന്ന് അവരെ കാത്തു സൂക്ഷിക്കും. അവിടുത്തെ ചിറകിന്റെ മറവില് കർത്താവെ, അത്യുന്നതന്റെ മറവില്, അവിടുത്തെ ചിറകിന്റെ മറവിൽ അവരെ അങ്ങ് കാത്തു രക്ഷിക്കും കർത്താവെ. അവിടുന്ന് സഹായിക്കും. അവിടുന്ന് കർത്താവെ ചുറ്റുമുള്ളവരോട് നല്ല കർത്താവെ ആ ഒരു സ്നേഹബന്ധത്തിലായിരിക്കാനും അവർക്കെല്ലാം കർത്താവിന്റെ സാക്ഷിയായിരിക്കാനും ഒക്കെ കർത്താവെ സൗകര്യമാരെ അങ്ങ് സഹായിക്കണം. ഇവിടെ കർത്താവെ മാർത്തയും മേരിയുള്ള ഭവനമല്ല, 2 മേരി ആത്മാവോടുകൂടിയുള്ള സഹോദരങ്ങളായിട്ട് സിസ്റ്ററിനെയും ആശ്വസിനെയും കർത്താവെ അങ്ങ് ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് സഹായിക്കണം. 2 പേരും അവിടുത്തെ ഇഷ്ടം ചെയ്യുന്നവരായിട്ട്. അതെ കർത്താവെ, അവരെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദേശത്തെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. ഈ ഭവനം മൂലം കർത്താവ് ദേശത്തെ അനുഗ്രഹിച്ചാട്ടെ. കർത്താവെ കോൺട്രാക്ടറായിട്ടുള്ള രഞ്ജിത്ത് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ അനുഗ്രഹിച്ചാട്ടെ. കർത്താവെ അങ്ങേ അറിയുവാനും കർത്താവെ അവിടുത്തെ സ്നേഹം അനുഭവിക്കുവാനും പ്രിയ സഹോദരി കുടുംബമായിട്ട് സഹായിക്കണം. കർത്താവെ സിസ്റ്റർ കർത്താവെ ഒത്തിരി കാര്യങ്ങൾ, കഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു കർത്താവെ. ബാക്കി കർത്താവ് മേരി സിസ്റ്ററെ സഹായിച്ച പലരുണ്ട്. അതെല്ലാം കർത്താവെ അവിടുത്തെ കണക്ക് പുസ്തകത്തിലെല്ലാം ഉണ്ട്. അവിടുന്ന് കർത്താവ് രഹസ്യത്തിൽ കൊടുക്കുന്നവന് അവിടുന്ന് പരസ്യമായിട്ട് അവിടുന്ന് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമല്ലോ. ദരിദ്രന് കൊടുക്കുന്നത് യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നത് പോലെയാണല്ലോ കർത്താവെ. അങ്ങേക്ക് വായ്പ കൊടുത്താൽ അവിടുന്ന് എങ്ങനെയായിരിക്കും തിരിച്ചു തരുന്നത് കർത്താവെ? അവിടുന്ന് എത്ര വലിയവനാണ് കർത്താവെ. അവിടുന്ന് കർത്താവെ എല്ലാം ഏറ്റവും സന്തോഷിതമായിട്ട് ചെയ്യുമല്ലോ. കർത്താവെ പ്രിയ സൗകര്യെ സഹായിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും കർത്താവെ അത് പൈസ കൊണ്ടാകട്ടെ കർത്താവെ, അതുപോലെ തന്നെ ബാക്കി ആൾബലം കൊണ്ടാകട്ടെ, ബാക്കി പല കാര്യങ്ങളിൽ പ്രായോഗികമായിട്ട് സഹായിച്ചവരെല്ലാം, പ്രാർത്ഥനയിൽ സഹായിച്ചവരെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. ഞങ്ങൾക്ക് വിളമ്പാനിരിക്കുന്ന ഭക്ഷണത്തെ അങ്ങ് അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു തരണം. അത് ഞങ്ങൾക്ക് ഭക്ഷിച്ച് ബലപ്പെട്ട് അവിടുന്ന് ആ മുഹൂർത്തത്തിനായിട്ട് ജീവിക്കാൻ സഹായിക്കണം കർത്താവ്. ഉച്ച കഴിഞ്ഞ് കർത്താവ് 3 മണിക്ക് ശേഷം ബാക്കിയുള്ള കർത്താവ് ഇവിടെ അയൽവക്കത്തുള്ളവരും ബാക്കിയും പരിചയമുള്ളവരും ഒക്കെ പലരും കടന്നു വരുവാനുണ്ട്. അവരെല്ലാം കർത്താവെ അനുഗ്രഹിക്കണം. കർത്താവ് ഈ ഭവനത്തിൽ വരുന്നവർക്ക് അവിടുത്തെ സാന്നിധ്യത്തോടെ, അവിടുത്തെ സാന്നിധ്യ സമാധാനം അനുഭവിക്കുന്നവരാക്കി തീർക്കണം. അവരെല്ലാം അങ്ങേ അറിയാനിടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകം മുമ്പാകെ ഒരു സാക്ഷിയായിട്ട് പ്രിയ സഹോദരങ്ങളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യും. നന്ദി കർത്താവെ, നന്ദി. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനെ സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാത്രമുള്ള നാമത്തിൽ തന്നെ ആമേൻ.